ാണ് നമ്മൾ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ 4ാമത്തെ ക്ലാസ് ആണ്. മെയ് മാസം 3-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത്. നമ്മുടെ ക്ലാസിന്റെ ആചാര്യനായ ശ്രീ കെ ജയചന്ദ്ര ബാബു കൊല്ലം അവർകളാണ് ആചാര്യനായിട്ട് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം ഭാഗവത സത്ര സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. ഭാരതീയ ധർമ്മ പരിഷത്തിന്റെ ചെയർമാനാണ്. നേരത്തെ അദ്ദേഹം ഗവൺമെന്റിലെ PWDയിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് സേവനം ചെയ്ത് റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോൾ ഇത് സജീവമായിട്ട് അദ്ദേഹം ഈ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതാണ്. അദ്ദേഹം ഭഗവത്ഗീതയും നാരായണീയവും ഭാഗവതവും ഒക്കെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗവത സത്രവേദിയിൽ അദ്ദേഹം സ്ഥിരമായിട്ട് പ്രഭാഷണം എത്താറുണ്ട്. ആദരണീയനായ ശ്രീ കെ ജയചന്ദ്ര ബാബു സാർ അവർകളെ ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇപ്പോഴും പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം. കാരണം ക്ലാസ് എല്ലാവർക്കും കേൾക്കത്തക്കവണ്ണം എല്ലാവരും സഹകരിച്ച്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പലരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. എല്ലാവരും ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. സാറിനെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. നമസ്കാരം. നമസ്കാരം സ്വാമി. കേൾക്കാമോ? നമസ്കാരം. തുടങ്ങാം. സ്വാമി. പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ രമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതേ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ദശകം നാരായണീയത്തിൻ്റെത് പൂർത്തിയായി. ഇന്ന് 3ാമത്തെ ദശകമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തവർക്കെല്ലാം അതറിയാം. പിന്നെ അതിന്റെ റെക്കോർഡറായിട്ടുള്ള കോപ്പികളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പലരും ഇത് കേട്ട് കാണും, ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നവര്. ഏതായാലും നമുക്ക് ആ ഭക്തിയുടെ ആ മഹത്വം 2ാം ദശകത്തിൽ ഭട്ടതിരി വ്യക്തമാക്കി. ഭക്തി വളരെ എളുപ്പമാണ്. കർമ്മയോഗത്തെക്കായും ജ്ഞാനയോഗത്തെക്കായും ഭക്തി സിദ്ധിക്കുന്നത് വളരെ സുഗമമാണ്. അത് വളരെയധികം പ്രയോജനവുമാണെന്നൊക്കെയാണല്ലോ നമ്മൾ 2ാം ദശകത്തിൽ കണ്ടത്. ഇനി 3ാം ദശകത്തിൽ അങ്ങനെയുള്ള ഒരു ഭക്തി, ആ ഏകാന്ത ഭക്തി എന്നിൽ ഉദിക്കണമേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയാണ് ഭട്ടതിരി നടത്തുന്നത്. 3ാം ദശകം. ഈ ഓരോ ദശകത്തിലും, ഇതൊന്നും മ്യൂട്ട് ചെയ്യണേ, ഇടയ്ക്ക് സംസാരം നിർത്തണേ. ഓരോ ദശകത്തിലും പല വൃത്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ദശകത്തിൽ നമുക്കറിയാം സൃക്തര വൃത്തം, അതായത് 21 അക്ഷരമുള്ള വൃത്തമാണ് സൃക്തര. 2ാമത്തെ ദശകത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഒരു വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 19 അക്ഷരം. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണല്ലോ അതിന്റെ ലക്ഷണം. നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും 19 അക്ഷരമുള്ള ഒരു വൃത്തമാണ് ശാർദൂല വിക്രീഡിതം. ആദ്യത്തെ ദശകം എന്ന് പറയുന്നത് സൃക്തരയാണ്. 7 3 ഖണ്ഡം മരഫനയം സൃക്തര വൃത്തമാകും. അതായത് 21 അക്ഷരം ഉള്ള വൃത്തം. ഇതിൽ ദശകം 3 ശിഖരിണി എന്നൊരു വൃത്തമാണ്. 17 അക്ഷരമാണ് ശിഖരിണിക്കുള്ളത്. അതായത് യതിക്കാറിൽ തട്ടും യമന സബലംഗം ശിഖരിണി, അതാണ് അതിന്റെ ലക്ഷണം. യതിക്കാറിൽ തട്ടും. അതായത് ഇത് ഞാൻ പറയാൻ കാരണം, ഇത് ചൊല്ലുമ്പോൾ നമ്മൾ 6ൽ തട്ടുക എന്ന് പറഞ്ഞാൽ 6ൽ നിർത്തണം. ആദ്യത്തെ ഓരോ വരിയിലും 6 അക്ഷരം കഴിയുമ്പോൾ ഒന്ന് നിർത്തി ചൊല്ലണം. ബാക്കി നമുക്ക് ചൊല്ലിപ്പോകാം. പക്ഷെ ഈ 6 അക്ഷരത്തിൽ ഒരു നിർത്ത് വേണമെന്നുള്ളതാണ്. യതി എന്ന് വെച്ചാൽ നിർത്ത്. 6ൽ തട്ടണം. യമന സഫലംഗം ശിഖരിണി, അതിന്റെ ഒരു ഗണം പറയുകയാണെന്നേ ഉള്ളൂ. അങ്ങനെ 17 അക്ഷരമുള്ള ഒരു വൃത്തമാണ് ശിഖരിണി. ഭക്തി പ്രാർത്ഥന, ഇതാണ് ആ ദശകത്തിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഭക്തി പ്രാർത്ഥന. അതായത് ആ ഭക്തി വേണമെന്നുള്ള ആ അർത്ഥനയാണ്, പ്രകർഷേണയുള്ള അർത്ഥനയാണ് ഭട്ടതിരിയുടെ ഈ ദശകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്.
എല്ലാവരും പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുക. പടന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിത സ്മരന്തോ രൂപം തേ പരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ സമധിഗത സർവാഭിലഷിതാൻ. പടന്തോ നാമാനി, നാമാനി പടന്തഹ. പടന്തഹ എന്ന് വെച്ചാൽ പഠിക്കുക എന്ന് വെച്ചാൽ വായിക്കുക, അല്ലെങ്കിൽ ഇവിടെ ചൊല്ലുക, നാമങ്ങൾ ചൊല്ലുക. അതാണ് പടന്തോ നാമാനി, നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവനായിട്ട്. പടന്തഹ നാമാനി, നാമാനി നാമങ്ങൾ, അതായത് ഭഗവാന്റെ പല പല നാമങ്ങളുണ്ടല്ലോ. ഗുണനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ എടുത്താൽ എത്രയോ 1000 നാമങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട്, അതാണ് പടന്തോ നാമാനി പ്രമദപര സിന്ധോ നിപതിത. അങ്ങനെ ആ നാമങ്ങളൊക്കെ അങ്ങോട്ട് ചൊല്ലി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രമദം, പ്രമദം എന്ന് വെച്ചാൽ ആഹ്ലാദം, സന്തോഷം, അതിന്റെ ഭരം, അതിന്റെ ആധിക്യം. എന്നിട്ട് ആ സമുദ്രം, ആനന്ദ സമുദ്രം, സിന്ധു എന്ന് വെച്ചാൽ സമുദ്രം എന്നാണ്. ഇങ്ങനെ ആനന്ദ സമുദ്രത്തിൽ വീണിട്ട് ഒരു ഭക്തൻ നിലനിൽക്കുമെന്ന് പറയുകയാണ്. ഈ നാമങ്ങളൊക്കെ ചൊല്ലി വരുന്നത് നമ്മൾ കാണുമല്ലോ. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഓരോ ഭക്തന്മാർ ഈ സഹസ്രനാമം ഇങ്ങനെ കാണാതെ അവരൊരു പ്രത്യേക ആനന്ദഭാവത്തിലായിരിക്കും നടക്കുന്നത്. അതാണ് പടന്തോ നാമാനി പ്രമദഭര സിന്ധവോ നിപതിത. നിപതി എന്ന് വെച്ചാൽ പതിക്കുക, മുഴുകുക. ആ നാമത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ മാത്രം ശ്രദ്ധിച്ച് അതിന് വലം വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി. അതാണ് പടന്തോ നാമാനി പ്രമദഭര സിന്ധൗ. സിന്ധു സമുദ്രം, സിന്ധൗ സിന്ധുവിൽ നിപതിത പതിതരായിട്ട്, അതിൽ വീണ് മുഴുകിയവരായിട്ട്. സ്മരന്തോ രൂപം തേ. അങ്ങനെ ചൊല്ലുമ്പോൾ അത് വെറും ബാഹ്യമായ ചൊല്ലലല്ല, അതിനോടൊപ്പം ആ ഗുരുവായൂരപ്പന്റെ രൂപവും കൂടെ നമ്മുടെ മനസ്സിൽ വരണം. അതാണ് സ്മരന്തോ രൂപം തേ. തേ രൂപം സ്മരന്തക. ഇതിടയ്ക്ക് ആ മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. ആ സ്മരന്തോ രൂപം തേ. തേ രൂപം സ്മരന്തഹ. അങ്ങയുടെ രൂപം ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നവരായിട്ട് ആദ്യം നാമം ചൊല്ലണം. അതാണ് പറയുന്നത്. നമ്മൾ പറയുമല്ലോ സ്മരണം, അതൊരു ഭക്തിയുടെ ഭാവമാണ്. കീർത്തനം, സ്മരണം, ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്നത്. ആദ്യം നാമകീർത്തനം, നാമസങ്കീർത്തനം, അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ, നല്ല മനോഹരമായ രൂപം രണ്ടാമത്തെ ദശകത്തിൽ വർണ്ണിച്ചല്ലോ, മധുരതരമായിരിക്കുന്ന ആ രൂപം, അത് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കണം. രൂപം തേ വരദ. ഭഗവാനെ വിളിക്കുകയാണ് വരദ, എല്ലാ വരങ്ങളും കൊടുക്കുന്ന. ആ വരദാ വിളി എന്ന് വെച്ചാൽ ഇവിടെ പെട്ടതിരി രോഗബാധിതനായിട്ടല്ലേ അവിടെ വന്നിരുന്ന് ഈ ഭജന നടത്തുന്നത്. അതുകൊണ്ട് വരദ, വരം കൊടുക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ, അതാണ് വരദ. കഥയന്തോ ഗുണകഥ. ഭഗവാന്റെ ഗുണവും കഥകളും, അല്ലെങ്കിൽ ഗുണകഥകൾ, എത്രയോ കഥകൾ ഭഗവാനെ പറ്റി നമ്മൾ ഭാഗവതത്തിലൊക്കെ പഠിക്കുന്നു, വായിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കഥയന്തോ പറഞ്ഞുകൊണ്ട്, കഥ എന്തെന്ന് പറഞ്ഞാൽ പറയുന്നവരായിട്ട്. അന്നേരം നാമസങ്കീർത്തനം, അതുപോലെ തന്നെ ഭഗവാന്റെ ആ രൂപസ്മരണം, പിന്നെ ഭഗവാന്റെ ഗുണകഥകളുടെ കഥനം, ഇതെല്ലാം നടത്തുന്ന ഭക്തന്മാർ പറയണേ ചരന്തോ ഏ ഭക്ത. അങ്ങനെ ഏത് ഭക്തന്മാരാണോ, എന്ന് വെച്ചാൽ ഏത് ഭക്തന്മാരാണോ ചരന്തേ സഞ്ചരിക്കുന്നത്, ജീവിതയാത്ര തുടരുന്നത്, അല്ലെങ്കിൽ അവിടെ ചരന്ത എന്ന് ഉദ്ദേശിച്ചത് ആ അമ്പലത്തിലൊക്കെ പ്രദക്ഷിണം വെക്കുന്നതും ഒക്കെ ഉദ്ദേശിക്കാൻ. ചരിക്കുക എന്നാണ് ചരന്ത എന്നുള്ള വാക്ക്. ഇവിടെ ജീവിതയാത്രയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതെല്ലാം അനുവർത്തിക്കാമല്ലോ. നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ നാമം ചൊല്ലാം, ഭഗവാന്റെ രൂപം സ്മരിക്കാം, അതുപോലെ തന്നെ ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെയുള്ള ഏതൊരു ഭക്തന്മാരാണോ ചരന്തേ, അങ്ങനെ ചരിക്കുന്നത്, സഞ്ചരിക്കുന്നവരായിട്ടുള്ളത്. രമന്തേ, അതായത് ചരന്തോ ഏ ഭക്ത ത്വയി ഖലു രമന്തേ. അവരെന്തുവാ ചെയ്തിരിക്കുന്നത്? അവര് വെറുതെ ഇങ്ങനെ ചൊല്ലുകയല്ല, അങ്ങയിൽ അവർ രമിക്കുകയാണ്, അങ്ങയിൽ ആഹ്ലാദിക്കുന്നു. അങ്ങയുടെ ഈ അവരുടെ ഈ പ്രാർത്ഥനയും ജപവും എല്ലാം കൊണ്ട് അവർക്ക് അങ്ങയിലാണ് രമിക്കല്. നമ്മളൊക്കെ ലയിക്കുന്നത് ബാഹ്യ വസ്തുക്കളിലല്ലേ, ഇവിടെ ഭഗവാനിൽ ലയിച്ചവര് രമിക്കുകയാണെന്ന് പറയാണ്. ഇതേ വിഷയം ഒന്ന് നിർത്തണേ, കാരണം അത് മ്യൂട്ട് ചെയ്യണേ. ഇത് ഒരുപാട് ആൾക്കാരുണ്ടായത് കൊണ്ട് പലരും തുടങ്ങി അത് കേൾക്കാൻ വയ്യാതെ വരും, എനിക്കൊരു ഡിസ്ട്രാക്ഷൻ പോലെ വരും. അതുകൊണ്ട് ഒന്ന് ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്യണം. സ്വാമി പറഞ്ഞില്ലേ അത്, ചരന്തോ ഏ ഭക്ത ത്വയി ഖലു രമന്തേ. അങ്ങയിൽ തന്നെ രമിക്കുന്നവരായിട്ട്. മറ്റൊരു ഭാഗ്യ വിഷയങ്ങളിലും അവർക്ക് ഭ്രമമില്ല. രമിക്കൽ മൊത്തം ഭഗവാനിൽ തന്നെയാണ്. ത്വയി, അങ്ങയിൽ, ഭൈരപ്പനിൽ തന്നെ രമിക്കുന്നതായിട്ട് ഉള്ളവരെ പരമമൂനഹം ധന്യാൻ മന്യേ. അവരെയാണ് ഞാൻ ഏറ്റവും തൃപ്തർ. ധന്യ എന്ന് വെച്ചാൽ തൃപ്തി,
അതായത് ഏറ്റവും എല്ലാം തികഞ്ഞവരാണല്ലോ ധന്യത്. ഇത്ര ധന്യത തികഞ്ഞു കാൺമതില്ലെന്ന് പറയില്ലേ, അതുപോലാണ് ആ ഭക്തന്മാര്. ഇത്രയും അവരുടെ ഒരു മുഖത്തൊക്കെ കാണുന്ന ഒരു പ്രസാദവും എല്ലാം വേറെ എങ്ങും കാണില്ല. അതാണ് പരമമോൻ അഹം ധന്യാൻ മന്യേ, ഞാൻ അവരെയാണ് പരം ധന്യ, ഏറ്റവും ധന്യന്മാരായിട്ട് വിചാരിക്കുന്നത്. മന്യെന്ന് വെച്ചാൽ വിചാരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിക്കുന്നവർ മറ്റു ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ഭഗവാനിൽ തന്നെ രമിച്ചു നടക്കുന്നവരെയാണ് അഹം ധന്യാൻ മന്യേ, ധന്യത നേടിയവരായിട്ട് വിചാരിക്കുന്നവരെയാണ് സമധിഗത സർവാഭിലഷിതാൻ. അവരുടെ പ്രത്യേകത എന്താണ്? അവരെല്ലാ അഭിലാഷങ്ങളും എത്തിച്ചേർന്നവരാണ്. അവർക്കെല്ലാം കിട്ടി, വേറെ ഒന്നും അവർക്ക് നേടാനില്ല. അങ്ങനെ ഒരു ഭക്തന് വലിയതായിട്ടുള്ള ലൗകിക കാമങ്ങളൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തിന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ കൊടുക്കും, അതെല്ലാം കിട്ടും ആ ഭക്തന്, അല്ലെ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ എന്ന് പറയുന്നതാണ്. നമുക്ക് അത്ര 3 കാര്യങ്ങളും മതി. പക്ഷെ നമ്മൾ അതിന്റെ അപ്പുറത്ത് പോയി ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ധന്യത പോകുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് അന്നവും വസ്ത്രവും പാർപ്പിടവും മതി, അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്യും. തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന, ആ ധന്യത എവിടെ വന്നല്ലോ. ഈ സൗണ്ട് ഒക്കെ കുറയ്ക്കണേ. ധന്യരാക്കുന്ന അവരാണ്. അതൊന്ന് ചെയ്യാൻ നമുക്ക് പറയാനല്ലേ പറ്റൂ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ ദയവ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പറ്റില്ല. അതെ, ആ അഡ്മിൻ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അവിടുന്ന്? അതിനെ സാറിനെ കേൾക്കുന്നില്ല. സാറേ കംപ്ലീറ്റ് മ്യൂട്ടായി പോയി തോന്നുന്നു. സാറിനെ കേൾക്കുന്നില്ല. സാറ് മ്യൂട്ട് ചെയ്തേക്കുവാ. ഇപ്പോഴേ കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കാമല്ലോ. കേൾക്കാവോ? കേൾക്കാം സാറേ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം. അല്ല, ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്യണേ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യില്ല, ഇത് നടക്കില്ല പരിപാടി. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് പലരും സംസാരിച്ചോണ്ടിരുന്ന ഒന്നും ശരിയാവില്ല. പടന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത. പ്രമദഭരസിന്ധൗ, ആ പ്രമദം എന്ന് വെച്ചാൽ സന്തോഷം, അതിന്റെ ഭരമാധിക്യത്തിൽ നിപതിത സ്മരന്തോ രൂപം തേ കഥയന്തോ ഗുണകഥ. കഥയന്ത എന്നാണ്, എന്ന് വെച്ചാൽ അങ്ങനെ കഥിക്കുന്നവരായിട്ട് അങ്ങയുടെ ഗുണവും കഥകളും. ചരന്തോ ഏ ഭക്ത തൊയ്കനുരമന്തേ, അങ്ങനെ ഏതൊരു ഭക്തന്മാരാണോ ഇങ്ങനെ ചരിക്കുന്നത്. തൊയ്കനുരമന്ത മ്യൂട്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് എന്തോ ചെയ്യാൻ പറ്റും, ആളുകൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഇതൊന്ന് നിർത്തണേ, ഇത് പിന്നെ സംസാരിക്കാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ജയശ്രീ പിള്ളെ TV ഇട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. ജയശ്രീ പിള്ളെ ഹരേ കൃഷ്ണ. പ്രഭുജി അവിടുന്ന് അഡ്മിൻ ഓഫ് ചെയ്യും, മ്യൂട്ട് ചെയ്യും, എന്നാലേ പറ്റത്തുള്ളൂ. അഡ്മിൻ മ്യൂട്ട് ചെയ്യേ എല്ലാവരെയും. ഒരു അനുസരണ വളരെ സങ്കടമായ കാര്യമാണ്. ആർക്കും ഭക്തിയില്ല, അതാണ് അതിന്റെ അർത്ഥം. ഇത് വെറും ഒപ്പിക്കായിരിക്കും. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? സാർ. ചരന്തോ ഏ ഭക്ത തൊയ്കലുരമന്തേ
പരമമൂനഹം ധന്യാൻമന്യേ സമധിഗതം എന്ന് വെച്ചാൽ എല്ലാം എത്തിച്ചേർന്ന എല്ലാ അഭിലാഷങ്ങളും അവർക്ക് പൂർത്തിയായി, അതെല്ലാം അവർക്ക് കിട്ടി. അതായത് അഭിലാഷങ്ങള് ഈ ഭക്തന് കൂടുതലില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാ അഭിലാഷങ്ങളും, അതായത് കാമങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ദുഃഖങ്ങളെല്ലാം പോകും. ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ അതല്ലേ ആവർത്തിച്ച് പറയുന്നത്, വിഹായ കാമാന്യ സർവാൻ പുമാം ശരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാരോ എന്നൊക്കെ പറയുന്നല്ലേ. വിഹായ കാമാന്യ സർവാൻ, എല്ലാ കാമങ്ങളും വിടുക. അപ്പോഴും മാത്രമേ നമുക്ക് പൂർണ്ണ കാമനായി മാറാൻ പറ്റൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ഭക്തന്റെ ആ ഒരു ഭാവം. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നത്. ഒന്ന് കേട്ടോണ്ടിരുന്നോ? പടന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്ത തൊയികലുരമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ അഭിലാഷങ്ങളും എത്തിച്ചേർന്നവനാണ് ആ ഭക്തൻ എന്ന് പറയാണ്. നമുക്ക് ഇതിന്റെ തീർന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതിന്റെ സംശയ നിവാരണം ഉണ്ട്. ഏത് സംശയവും ചോദിക്കാം, അന്നേരം നമുക്കത് വ്യക്തമാകാം. അതുവരെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം. എല്ലാവരും കുറിച്ചു വെച്ചോ, ഏത് വാക്കിന്റെ അർത്ഥമോ അല്ലെങ്കിൽ അതെന്താണ് ഇവിടെ നിന്നുള്ള മനസ്സിലാവാതെ വരുന്ന എല്ലാം കുറിച്ചു വെച്ചിട്ട് നമുക്ക് അവസാനം ഒരു 10-15 മിനിറ്റ് അതിനായിട്ട് എടുക്കാം. അതുവരെ ആരും ഇതിനിടയ്ക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച ഉഴയും. രണ്ടാമത്തെ ശ്ലോകം. ഗതക്ലിഷ്ടം കഷ്ടം തവചരണ സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഈ ശ്ലോകം തൊട്ടാണ് ഭട്ടതിരി തന്റെ അസുഖത്തിന്റെ കാര്യം പറയുന്നത്. താനൊരു അസുഖബാധിതനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് ഗുരുവായൂരപ്പനോട് പറയാൻ പോവാ. ഗതക്ലിഷ്ടം, ഗതം, ഗതം എന്ന് വെച്ചാൽ രോഗം, അസുഖം. ഗതക്ലിഷ്ടം, ക്ലിഷ്ടം വെച്ചാൽ ക്ലേശിക്കുന്നു. അതായത് വളരെയധികം ക്ലേശിച്ചുകൊണ്ട്, ഗതം ഈ അസുഖം കൊണ്ട് വളരെയധികം ക്ലേശിതനായിട്ട്, കഷ്ടം, അത് വളരെ കഷ്ടമായ ഒരു അവസ്ഥയിലാണ് ഞാൻ. തവ ചരണസേവാരസഭരേപ്യനാസക്തം, അവിടാണ് കഷ്ടം വരുന്നത്. തവ ചരണ സേവാരസഭരം, അങ്ങയുടെ ആ ചരണസേവയുണ്ടല്ലോ, പാദസേവ, അത് ഏറ്റവും രസം ഉണ്ടാക്കുന്നതാണ്. ഭരം എന്ന് വെച്ചാൽ അധികം രസം കൊടുക്കുന്നതാണ് ഭഗവാന്റെ ആ ഭജനം. നമുക്കെല്ലാം അറിയാമല്ലോ, ഗുരുവായൂർ പോകുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ രസം അനുഭവപ്പെടുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറ്റി? ഈ അസുഖം കാരണം ചരണസേവാഭരേപ്യനാസക്ത, അപ്പീ അനാസക്തം, അങ്ങയുടെ ആ ചരണസേവയ്ക്ക് പോലും എനിക്ക് ആസക്തി ഇല്ലാതെയായി മാറി. കാരണം എൻ്റെ ഈ ഭൗതികമായിട്ടുള്ള വാതരോഗബാധിതനായല്ലേ അവിടെ പോയത്. ആ അസുഖത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് അങ്ങയുടെ സേവ, പാദസേവ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തവനായി പോയി. അതാണ് താല്പര്യം. അല്ലാതെ നമുക്ക് ഈ അസുഖം മാറിയിട്ട് പോയി ഭൗതിക സുഖങ്ങൾ വേണമെന്നുള്ളതല്ല ഭട്ടതിരിയുടെ പ്രാർത്ഥന. ഇവിടെ ആ അസുഖം മാറി ഭഗവാന്റെ സേവ നടത്തുവാൻ അതിനിപ്പം ആസക്തി ഇല്ലാതായി. അതാണ് അനാസക്തി എന്ന് ഇവിടെ പറയുന്നത്. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ, ഗുരുവായൂരപ്പനോടാണ് ഈ പറയുന്നത് മൊത്തം. അതുകൊണ്ടാണ് ഈ തവ അങ്ങയുടെ എന്ന് ഇതിന്റെ മുമ്പിൽ ഇരുന്നാണ് ഭട്ടതിരി ഈ സ്തോത്രം രചിക്കുന്നതേ. അതാണ് തവ ചരണസേവ. ചരണസേവ എന്ന് വെച്ചാൽ പാദഭജനം. രസഭരം, ആ രസത്തിലുള്ള ആധിക്യത്തിൽ അപി എന്ന് വെച്ചാൽ പോലും അനാസക്തം, ആസക്തി ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ താല്പര്യം പോയി ഈ അസുഖം വന്നത് കൊണ്ട്. പവതിപദ വിഷ്ണു കുരുദയാം, അതുകൊണ്ട് അങ്ങല്ലയോ ഭഗവാനെ വിഷ്ണു. വിഷ്ണുവിടെ ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെന്നാണ് വിഷ്ണു ശബ്ദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നോട് ദയ കാണിക്കണേ. കുരുദയാം, ദയാം കുരു വെച്ചാൽ ദയ കാണിക്കണേ. എന്തിനാണ് ദയ കാണിക്കേണ്ടത്? എന്റെ ഈ ഗതക്ലിഷ്ടമായിരിക്കുന്ന അവസ്ഥയൊന്ന് മാറ്റിക്കിട്ടാൻ. ഗതം അസുഖം, ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റിത്തരണം. ഇപ്പോൾ എന്താ സംഭവിക്കും? എനിക്ക് ആ ഭഗവത് സേവയ്ക്ക് അല്ലെങ്കിൽ ഭഗവത് ഭജനത്തിന് ആസക്തി ഉണ്ടാകും. ഇപ്പോൾ ഞാൻ അനാസക്തനാണ്, ആസക്തി ഇല്ലാത്തവനാണ്. അതൊന്ന് മാറ്റിത്തരണേ കുരുദയാം. അതാണ് ആദ്യത്തെ 2 വരികളുടെ താല്പര്യം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരം. തവ ചരണസേവ, അങ്ങയുടെ ചരണസേവാഭരത്തിൽ ആസക്തി ഇല്ലാത്ത, അനാസക്തം. അഭി, അതിന് പോലും, അഭി എന്ന് വെച്ചാൽ പോലും അനാസക്തനായിട്ടിരിക്കുകയാണ്. ചിത്തം ഭവതി, എന്റെ മനസ്സങ്ങനെ ആയിത്തീരുന്നു അനാസക്തം. മനസ്സാണല്ലോ ഈ ആസക്തി ഉണ്ടാക്കുന്നത്. ഇവിടെ അസുഖം വരുന്ന ഒരാൾക്ക് ഭഗവത് ഭജനത്തിന് പോലും ആസക്തി വരത്തില്ല. അത്രയും കഠിനമാണ് ഭട്ടതിരിയുടെ വാതരോഗം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് അതിലൊക്കെ അനാസക്തി വന്നുപോയി, ആസക്തി, താല്പര്യക്കുറവ് വന്നു. അതുകൊണ്ട് കുരു ദയാം, ദയാം കുരു എന്ന് പറയാണ്.
ഭവത്പാദാംഭോജസ്മരണരസികോ. അങ്ങനെ ഭഗവാന്റെ ആ ദയ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ഭവത് പാദാംഭോജസ്മരണരസികോ. ഭവത് അങ്ങയുടെ പാദാംഭോജം, അംഭോജം എന്ന് വെച്ചാൽ താമര, അംഭോജം അംബസ് എന്നുണ്ടായ താമരയുടെ പര്യായമാണ് അങ്ങയുടെ പദം, താമരയാകുന്ന ആ പദം ഉണ്ടല്ലോ, താമര പോലെ ഇരിക്കുന്ന ആ മൃദുലവും മനോഹരവുമായിരിക്കുന്ന ആ പദത്തിന്റെ സ്മരണരസികോ, അതിന്റെ ആ സ്മരണം, പാദസ്മരണം, അതാണ് ആ പാദസ്മരണം എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ആ പാദസ്മരണത്തിൽ രസികനായിട്ട് നാമനിവഹാനഹം, നാമം എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ഗുണഗണങ്ങളെയൊക്കെ വർണ്ണിക്കുന്ന നാമം, നിവഹം കൂട്ടം, ആ നാമം 1000 നാമങ്ങൾ പറയുന്നില്ലേ വിഷ്ണു സഹസ്രം, ആ നാമങ്ങളൊക്കെ ചൊല്ലി നാമനിവഹം അഹം ഗായം ഗായം പാടി പാടി ഇങ്ങനെ നടക്കും. എനിക്കത് മതി. ഈ എൻ്റെ അങ്ങ് എന്നോട് ദയ കാണിച്ച് ഈ വാതരോഗം ഒന്ന് മാറ്റി തന്നാൽ ഞാൻ എന്ത് ചെയ്യും? നാമനിവഹാനഹം ഗായം ഗായം. ഗായം ഗായം എന്ന് വെച്ചാൽ പാടിപ്പാടി ആ ഒരു ആർത്തിയാണ്, ആ ഭഗവാന്റെ നാമം ചൊല്ലാനുള്ള ആ മനസ്സിനൊരു താല്പര്യം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ദശകത്തിൽ മാത്രമേ ഭട്ടതിരി അങ്ങനെ രോഗത്തെ പറ്റി ഇങ്ങനെ എടുത്തു പറഞ്ഞ് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ദശകം കുറച്ചും കൂടെ വിശേഷപ്പെട്ടതാണ്. നമുക്കും പല പല അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ദശകം ചൊല്ലിയാൽ ഭഗവാൻ നമ്മളെ ആ ദയ കാണിച്ച് ആ അസുഖം മാറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ദശകം കുറച്ച് പ്രാധാന്യമുള്ളതാണ്. ഭവത് പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ. നിവഹം എന്ന് വെച്ചാൽ കൂട്ടം, ഈ നാമസമൂഹത്തെ ഗായം ഗായം അങ്ങനെ പാടി പാടി കുഹജന എന്ന് വെച്ചാൽ ഏതൊരിടത്തെങ്കിലും, ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും ഇരിക്കാൻ പറ്റില്ല, ഞാൻ വേറെ എവിടെങ്കിലും, എവിടെയാണ്? വിജനെ, കുഹജന വിജനെ, ആരുമില്ലാത്ത എവിടെങ്കിലും പോയിരുന്ന്, എനിക്ക് മറ്റുള്ള യാതൊരു ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും ആവശ്യമില്ല, ഒരു വിഷയഭ്രമവും എനിക്കില്ല, ഞാൻ ഏകാന്തതയിൽ എവിടെങ്കിലും പോയിരുന്ന് വിജന സ്ഥലത്ത് പോയിരുന്ന് അങ്ങയുടെ നാമങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ പാടി നടന്നുകൊള്ളാം, എന്റെ ഈ അസുഖം ഒന്ന് മാറ്റി തന്നാൽ എന്നാണ് ഇവിടെ പറയുന്നത്. വിവത്സ്യാമി, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം. വിവത്സ്യാമി ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം, രസഭരാപി അനാസക്തം, അങ്ങനെയാണ് വാക്കുകൾ പിരിയുന്നത്. രസഭര തവ ചരണ സേവ, ചരണസേവ രസം, ചരണത്തിലുള്ള സേവാരസം, ആ സേവാരസഭരേ അപി അനാസക്തം, അതിനു പോലും എനിക്ക് വളരെ വളരെ ലളിതമായ ഒരു കാര്യമല്ലേ ഭഗവാന്റെ നാമം ചൊല്ലാൻ. അതിന് വേറെ ഒന്നും അധ്വാനങ്ങളൊന്നും ഇല്ലല്ലോ, അവിടെ ചുറ്റിയാണെന്നൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിന് പോലും എനിക്ക് ഇത് താല്പര്യം പോയി ഈ അസുഖം കാരണം. അതുകൊണ്ട് ഗുരുദയാം, എനിക്ക് എന്നോട് ദയ കാട്ടണേ. വിഷ്ണു ലയോ ഭഗവാനെ, ഭവത് പാദാംഭോജ സ്മരണരസികോ, അങ്ങയുടെ ആ പാദാംഭോജത്തിലുള്ള സ്മരണത്തിൽ രസികനായിട്ട് നാമനിവഹാനഹം ഗായം ഗായം, നാമനിവഹം ആ നാമസമൂഹം ഞാൻ പാടി പാടി കുഹജന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, വിജനമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിവത്സ്യാമി കഴിഞ്ഞുകൊള്ളാം എന്ന് പറയാണ്. അങ്ങനെ ഞാൻ പോയിരുന്നു കൊള്ളാം. അതാണ് പ്രാർത്ഥന. എന്റെ ഈ അസുഖം ഒന്ന് മാറ്റി തരണേ എന്നുള്ള ഒരു വ്യക്തമായ പ്രാർത്ഥനയാണ് ഈ ദശകത്തിൽ ഭട്ടതിരി നടത്തുന്നത്. അല്ലെ, ശങ്കരാചാര്യനും പറയുന്നല്ലേ, ഗേയം ഗേയം നാമസഹസ്രം എന്നൊക്കെ പറയില്ലേ, ആ ഭഗവാന്റെ ആ നാമസഹസ്രം ഇങ്ങനെ പാടി ധേയം ശ്രീപതി രൂപമജസ്രം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് ധന്യത നൽകുന്നത്. ഭഗവാന്റെ നാമങ്ങളൊക്കെ പാടുക, ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക, മറ്റു വിഷയഭ്രമം എല്ലാം നമ്മൾ ഒഴിവാക്കുക. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആ ആനന്ദം തനിയെ ഉണ്ടാകും. അത് ഭക്തന്മാർക്ക് ലഭിക്കുന്നതാണ്. ഭക്തന്മാർക്ക് അല്ലാത്തവർക്ക് ഈ ആനന്ദമൊന്നും കിട്ടില്ല. അവര് മറ്റു തുച്ഛങ്ങളായ ലൗകിക വസ്തുക്കളുടെ പുറകെ പോയി ആ നൈമിഷികങ്ങളായ സുഖങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ഇതുപോലെ ജീവിക്കും. അല്ലെ, ഗേയം ഗേയം നാമസഹസ്രം ഗേയം ശ്രീപതി രൂപമജസ്രം. അതായിരിക്കും ഒരു ഭക്തന്റെ കാഴ്ചപ്പാട്. തന്നെയാണ് ഇവിടെ ഭട്ടതിരിയും പറയുന്നത്. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ ഗുരുദയാം ഭവത്പാദാംഭോജസ്മരണരസിയോ നാമനിവഹാനഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. കുഹജന വിജനെ വിവത്സ്യാമി, അങ്ങനെ എങ്ങനെ കഴിച്ചുകൊള്ളാം എന്ന് പറയണം. ഇതാണ് 2ാമത്തെ ശ്ലോകം. ഇനി 3ാമത്തെ ശ്ലോകം.
ഇനി ഇത് മാറ്റുന്നതിന് ഭഗവാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് പറയുകയാണ്. ഭഗവാന്റെ ചരിത്രങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വീരകർമ്മങ്ങളും വീരകൃത്യങ്ങളും ഒക്കെ ചെയ്ത ഭഗവാൻ എന്റെ ഈ വാതരോഗം മാറ്റുന്നത് വളരെ നിസാരമാണ് ഭഗവാനെ എന്ന് പറയാണ്. കൃപാതേ ജാതാചേത് കിമിവനഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗക പ്രശമനദശാനാമ കിയതി. അതാണ് കൃപാ തേ ജാതാചേത്. കൃപ കാരുണ്യം, അങ്ങയുടെ ആ ദയ, തേ കൃപ, അങ്ങയുടെ കൃപ, ജാതാചേത് എന്ന് വെച്ചാൽ ഉണ്ടായെങ്കിൽ, ചേതെന്ന് വെച്ചാൽ എങ്കിൽ എന്നുള്ള, ജാത ഉണ്ടാകുക, ഉണ്ടായെങ്കിൽ, അങ്ങയുടെ കൃപ എന്നിൽ ഉണ്ടാകുകയാണെങ്കിൽ, അതാണ് കൃപാ തേ ജാതാചേത് കിമിവ, കിം ഇവ എന്നാണ് കിമിവ, കിം ഇവ എന്ത് തന്നെ, കിമെന്ന് വെച്ചാൽ എന്ത്, ഇവ എന്ന് വെച്ചാൽ തന്നെ, നഹി ലഭ്യം തനുഭൃതാം, തനുഭൃതാം, തനുഭൃതാം എന്ന് വെച്ചാൽ ശരീരികൾ, അതായത് ജീവികൾ എന്നുള്ള അർത്ഥത്തിലാണ് തനുഭൃതാം. തനുഭൃതാമിന് കിമിവ നഹി ലഭ്യം, എന്താണ് കിട്ടാൻ പ്രയാസമുള്ളത്? ഭഗവത് കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ജീവികൾക്ക് പ്രയാസം ലഭിക്കാൻ? ആ കൃപ മാത്രം മതി. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ല, എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? ആ കൃപയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഇവിടെ പറയുന്നത്, കൃപാതേ ജാതാചേത്, അങ്ങയുടെ ആ കൃപ ഉണ്ടാവുകയാണെങ്കിൽ, കിമിവ നഹി ലഭ്യം തനുഭൃതാം, ജീവജാലങ്ങൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്, ലഭിക്കാൻ പ്രയാസമായിട്ടുള്ളത്? അതുകൊണ്ട് ഭഗവത് കൃപയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. യോഗക്ഷേമം വഹാമ്യഹം എന്നൊക്കെ ഭഗവാൻ തന്നെ പറയുന്നില്ലേ? എല്ലാ യോഗന്റെ ഒരു ഭക്തന്റെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നടത്തിക്കൊള്ളും. ആ കൃപ നമ്മളിൽ ഭഗവാൻ ഉണ്ടാകണം. മദീയ ക്ലേശൗക പ്രശമന ദശാനാമ കിയതി. അന്നേരം ഇത്രയും ആ കൃപ ഉണ്ടെങ്കിൽ മദീയ ക്ലേശൗക പ്രശമനം, മദീയം എന്ന് വെച്ചാൽ എന്റേത്, എന്റെ ഈ ക്ലേശ ഓഖം അല്ലെങ്കിൽ ഔഖം എന്ന് വെച്ചാൽ കൂട്ടം എന്നർത്ഥം. എന്റെ ഈ ക്ലേശ സമൂഹം ഉണ്ടല്ലോ, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതാണ് മദീയ, എന്റെ ഈ ക്ലേശ സമൂഹം, അതിന്റെ പ്രശമന ദശാനാമ, അതിനെ ശമിപ്പിക്കുന്ന ആ പ്രശമന ദശം, ആ അസുഖത്തിനെ ഒന്ന് ശമിപ്പിക്കുന്ന, പ്രകർഷണ ശമിപ്പിക്കുക, പ്രശമനം ശമിപ്പിക്കുന്ന ആ അവസ്ഥ, അതാണ് ദശ. കിയതി, എന്ത് നിസാരം, അതെന്താണ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ അതെന്താ പ്രയാസം, അതെന്താ നിസാരമാണ്. എന്റെ ഈ അസുഖം വളരെ നിസാരം. അങ്ങയെ സംബന്ധിച്ച് അങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഭക്തലക്ഷണത്തിന് വേണ്ടി അങ്ങ് അവതാരം പോലും എടുത്ത ആളാണ്. പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നരസിംഹാവതാരം വരെ എടുത്ത ഗുരുവായൂരപ്പനാണ്. എന്റെ ഈ ചെറിയ വാതരോഗം മാറ്റാൻ വല്ല പ്രയാസമുണ്ടോ? അങ്ങയുടെ ചെറിയൊരു കൃപ മാത്രം എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറയാണ്. മദീയ ക്ലേശൗഖം, എന്നെ സംബന്ധിച്ച് ഒരുപാട് ക്ലേശ സമൂഹമാണത്, പക്ഷെ അങ്ങയെ സംബന്ധിച്ചത് വളരെ നിസാരമാണ്. അതാണ് മദീയ ക്ലേശൗഖ, എന്റെ ഈ ക്ലേശ സമൂഹത്തിന്റെ പ്രശമനം, അതിന്റെ ശമിപ്പിക്കല്, അതിന്റെ കുറച്ചുകൊണ്ടുവരല്. പ്രശമന ദശാനാമ എന്ന് വെച്ചാൽ ചേർത്ത് പറയാണ്, ആ പ്രശമനം എന്നുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രശമന ദശാനാമ കിയതി എന്ന് വെച്ചാൽ എന്ത് നിസാരം. അതെന്താണെന്ന് വെച്ചാൽ വളരെ നിസാരമായ ഒരു കാര്യമല്ലേ, ഒരു ചീള് കേസ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് എന്റെ ഈ ചെറിയ അസുഖം മാറ്റുന്ന അങ്ങയ്ക്ക് വളരെ നിസാരമാണേ. ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതി അസക്താവിതതേ. അങ്ങനെ ഒരുപാട് ഭക്തന്മാരിങ്ങനെ ഇല്ലേ അങ്ങയുടെ ഈ കൃപയെല്ലാം നേടി നടക്കുന്നത്. അതാണ് പറയുന്നത്, കേകേ ലോകേസ്മിൻ, കേകെ ഏതൊക്കെ, കേകെ എന്ന് വെച്ചാൽ ഏതൊക്കെ, സുഖഗതിയും വിതതതേ എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഭക്തന്മാർ ഈ സുഖഗതികളെ വിതതതി നേടുന്നില്ല, വിതതതി എന്ന് വെച്ചാൽ അവര് നേടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നേടുന്നുണ്ടല്ലോ. ഏതൊക്കെ ഭക്തന്മാര് നേടുന്നില്ലെന്ന് വെച്ചാൽ എല്ലാ ഭക്തന്മാരും നേടുന്നുണ്ട്. അതാണ് കേകേ അസ്മിൻ ലോകെ, ഈ ലോകത്തിൽ, കേകേ ഭവത് ഭക്ത, ഏതൊക്കെ അങ്ങയുടെ ഭക്തന്മാര് സുഖഗതിയും അസക്ത ന വിതതതേ എന്നെടുക്കണം. ഈ സുഖഗതിയെ അസക്തന്മാരായിട്ട്, ഏതിലസക്തി? സുഖഗതിയും അസക്ത, അതാണ് അസക്തി ഭഗവാനല്ല, മറ്റു ബാഹ്യ വിഷയങ്ങളിലൊക്കെ അസക്തി വന്നിട്ട് ഭഗവാനിൽ സക്തരായിട്ട് സുഖഗതിയും അവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഖഗതി എന്ന് വെച്ചാൽ സുഖമായ സഞ്ചാരം, അല്ലെങ്കിൽ ഗതിക്ക് മോക്ഷം എന്നർത്ഥമുണ്ട്. ഭഗവത് ഭക്തന്മാർക്ക് അവസാനം മോക്ഷം തന്നെ കിട്ടും. അങ്ങനെ എത്ര എത്ര ഭക്തന്മാർ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. കേകേ ലോകേസ്മിൻ അസ്മിൻ ലോകേ കേകേ ഭവത് ഭക്ത
അനിശമയി ശോകാഭിരഹിത. അനിശം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ശോകാഭിരഹിത, ശോകങ്ങളൊക്കെ രഹിതരായിട്ട്, എല്ലാ ശോകങ്ങളും ഇല്ലാത്തവരായിട്ട്, ശോകാഭിരഹിത, ശോകാഭിരഹിത, എന്ത് പറയും, ഭവത് കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത, മുക്തരായി, ഭവദ്ഭക്ത മുക്ത, മുക്തരെന്ന് വെച്ചാൽ സ്വതന്ത്രരായി, സുഖഗതി മസക്ത വിദതതേ, സുഖഗതി, മുക്തരായിട്ട് യാതൊന്നിലും ബാഹ്യവിഷയങ്ങളിലൊന്നും ശക്തിയില്ലാതെ സുഖഗതിയായിട്ട് വളരെ സുഖമായിട്ട് അവര് എത്രയെത്ര ഭക്തന്മാരിവിടെ ഉണ്ട്. എന്താണ് അവരുടെ എല്ലാം കാര്യം? അങ്ങയുടെ കൃപ അവരിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ആ സുഖഗതി അസക്താ വിദതതേ, ആ സുഖഗതി അസക്താ വിദതതേ, അങ്ങനെ അസക്തിയിൽ ഭഗവാനിലുള്ള ആ ശക്തി കൊണ്ട് മറ്റു വിഷയങ്ങളിലുള്ള അസക്തരായി ഞാൻ എത്രയോ ഭക്തന്മാര് അത് നേടുന്നുണ്ട് എന്ന് പറയാണ്. ന കേ ലോകേസ്മിൻ, അസ്മിൻ എന്ന് വെച്ചാൽ ഈ ലോകത്ത്, അസ്മിൻ ലോകേ അനിശം എല്ലായ്പ്പോഴും, ഈ ശോകാഭിരഹിത, ശോകങ്ങളെല്ലാം മാറിയിട്ട്, ദുഃഖങ്ങളെല്ലാം മാറിയിട്ട്, ഭവദ്ഭക്ത മുക്ത, മുക്തന്മാരായി സ്വതന്ത്രമായി ഒന്നിനെയും ബാധിക്കപ്പെടാതെ സഞ്ചരിക്കുന്നവരാണ് മുക്തന്മാർ. അങ്ങനെ ആ മുക്തന്മാരായി സുഖഗതിയും അസക്ത വിദതതേ, സുഖഗതിയും, അങ്ങനെയുള്ള ആ സുഖഗതിയെ അസക്തരായിട്ട് ഒന്നിലും താല്പര്യമില്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാതെ അവര് സഞ്ചരിക്കുന്നല്ലോ എന്ന് പറയാണ്. അന്നേരം മറ്റു ഭക്തന്മാരെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ള ഒരു സുഖഗതി എന്തുകൊണ്ട് അങ്ങ് ഉണ്ടാക്കി തരുന്നില്ല? അങ്ങയുടെ കൃപ എന്നിൽ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കൃപാതേജാതാചേത്കിമിവനഖിലഭ്യം തനുഭൃതാം, തനുഭൃതം എന്ന് വെച്ചാൽ ശരീരികൾ, അതായത് ദേഹമുള്ളവർ, ജീവികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ജീവികൾ കിമിവനഖിലഭ്യം, എന്ത് തന്നെ അവർക്ക് ലഭിക്കുന്നില്ല അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ. മധീയ ക്ലേശൗഘ പ്രശമനദശാനാമ കിയതി, എന്റെ ഈ ക്ലേശ സമൂഹത്തേക്ക് ഒന്ന് ശമിപ്പിക്കുക എന്നുള്ളത് എന്ത് നിസാരം അങ്ങയെ സംബന്ധിച്ച്. ഞാൻ കേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത അവദ്ഭക്ത മുക്ത സുഖഗതിം അസക്താവിദതേ, അസക്തരായി അവര് ഈ സുഖഗതിയെ നവിദതേ ഒരു ചെയ്യുന്നില്ലേ എന്നാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. എന്റെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കുറിച്ച് വെക്കാം, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. 4-ാമത്തെ ശ്ലോകം. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖ ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദദ്വൈത പ്രസരമരിമഗ്ന കിമപരം. ഇനി വേറെ ചില ഉദാഹരണങ്ങൾ പറയാണ്. ഇങ്ങനെ ഭഗവാനിൽ ലയിച്ച് സഞ്ചരിക്കുന്ന ഭക്തന്മാരുടെ കുറെ ഉദാഹരണങ്ങൾ പറയാണ്. മുനിപ്രൗഢ, പ്രൗഢ എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാർ, മുനിശ്രേഷ്ഠന്മാരുണ്ടല്ലോ. മുനിശ്രേഷ്ഠന്മാരൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നില്ലേ മുനിമാര്, അതിൽ പ്രൗഢന്മാരായി ശ്രേഷ്ഠന്മാരായിട്ട് രൂഢാ ജഗതി, ജഗതി എന്ന് വെച്ചാൽ ജഗത്തിൽ രൂഢ, ഉറച്ചുപോയെന്ന് വെച്ചാൽ പ്രസിദ്ധിയുള്ള, അറിയപ്പെടുന്ന, ഈ ലോകത്ത് അറിയപ്പെടുന്ന എത്രയോ മുനിശ്രേഷ്ഠന്മാർ. ഗൂഢാത്മഗതയോ, ഗൂഢാത്മഗത, അത് ശ്രദ്ധിക്കണം. ഗൂഢാത്മഗതികൾ എന്ന് പറഞ്ഞാൽ രഹസ്യമായ ആത്മാവിന് ശരീരമെന്നും മനസ്സെന്നും നമ്മൾ അർത്ഥം പറയാറുണ്ട് പല സന്ദർഭങ്ങളിൽ. ഇത്തരം മനോവൃത്തികളെല്ലാം ഇവരുടേത് ഗൂഢമായിരിക്കും. ഒരു മുനിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനോവൃത്തികളൊന്നും നമുക്കറിയില്ല. അദ്ദേഹം നമ്മളൊക്കെ ഭാഗ്യമായിട്ട് നമ്മളെ പോലൊക്കെ ഇരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ, ആ അവസ്ഥയിലായിരിക്കും ഈ മുനിമാര്. പക്ഷെ അവര് ഗൂഢാത്മഗതിക്കാരാണ്. പിന്നെ സഞ്ചാരവും അവർക്ക് അങ്ങനെയാണല്ലോ. അപ്പൊ നാരദനൊക്കെ എവിടെയും പറ്റുമല്ലോ, ആത്മാവിന്റെ ശരീരം എടുത്തു കഴിഞ്ഞാൽ എവിടെയും രഹസ്യമായി അവരുടെ ആ പ്രവൃത്തിയെ പറ്റി നമുക്ക് ഗൂഢമാണ്, അജ്ഞാതമാണ്. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇത് ആരു പാർത്തിടുന്നു എന്ന് പറയത്തില്ലേ. പണ്ഡിതന്മാരെന്ന് വെച്ചാൽ മുനിമാര്, അവരുടെയൊക്കെ ആ രഹസ്യം ആരു പാർത്തിടുന്നു, അതാണ് ഗൂഢാത്മഗതികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുനിപ്രൗഢന്മാരുണ്ടല്ലോ, അതാണ് മുനിപ്രൗഢാരൂഢ ജഗതികലു. രൂഢാ ജഗതി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൽ പേരുറച്ചവർ, പ്രസിദ്ധരായ എത്രയോ മുനിശ്രേഷ്ഠന്മാർ ഗൂഢാത്മഗതികളായി, ഗൂഢങ്ങളായ മനോവൃത്തിയുള്ളവരായി. ഭവത്പാദാംഭോജസ്മരണ വിരുജോ, അവരെന്താണ് അവരുടെ പരിപാടി?
ഭവത്പാദാംബോജസ്മരണ വിരുജോ, അങ്ങയുടെ ആ പാദാംബോജത്തിന്റെ സ്മരണ കൊണ്ട് വിരുജരായവര്, രുചി എന്ന് വെച്ചാൽ രോഗം, അസുഖം, അത് ഇല്ലാതായി. അതായത് ഈ മുനിശ്രേഷ്ഠന്മാര് പോലും അങ്ങയുടെ പാദസ്മരണം കൊണ്ട് ഭവത് പാദാംബോജം, ആ അംബോജം താമര നേരത്തെ പറഞ്ഞല്ലോ, ആ പാദ കമലത്തിന്റെ സ്മരണം കൊണ്ട് രുച മാറിയവരായി. രുചി എന്ന് വെച്ചാൽ അസുഖം, ദുഃഖം, അതെല്ലാം മാറിയവരായി. ആരൊക്കെയാ? നാരദമുഖ. നാരദനെ തന്നെ ദൃഷ്ടാന്തമായിട്ട് പറയാണ്. നാരദനാണല്ലോ ഏറ്റവും വലിയ ഭഗവത് ഭക്തൻ. ആ നാരദൻ മുതലായിട്ടുള്ളവര് പോലും അങ്ങയുടെ ഈ പാദാംബോജത്തിന്റെ സ്മരണ കൊണ്ടാണ് അവര് ഈ അസുഖങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നതെന്ന് പറയാണ്. അതുപോലെ ഒട്ടേറെ മുനിപ്രൗഢന്മാരുണ്ട്. മുനിപ്രൗഢാരൂഢാ ജഗതികലു ഗൂഢാത്മഗതി. ഗൂഢാത്മഗതി മനസ്സിലായല്ലോ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രഹസ്യമായിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്തതാണ് ഈ ഗൂഢം. അവരുടെ സഞ്ചാര ഗതികളൊന്നും അവരുടെ മനോവൃത്തികളും നമുക്കറിയാൻ പറ്റില്ല. അതാണ് ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജസ്മരണ വിരുജോ. അവരെല്ലാം അങ്ങയുടെ ഈ പാദസ്മരണം കൊണ്ട് വിരുചരായവരാണ്, രുചി അകന്നവരാണ്. ആരൊക്കെ? നാരദമുഖ, നാരദൻ മുതലായിട്ടുള്ളവർ. അവരെന്ത് ചെയ്യും? ചരന്തീശ സ്വൈരം. അവര് വളരെ സ്വൈരമായിട്ട് യാതൊരു ബാധയും ഇല്ലാതെ അവർക്ക് എവിടെയും പോവാം. നാരദനൊക്കെ എവിടെയും ചെന്ന് കയറും, അല്ലേ? ഏത് ദേവതകളുടെയും ചെല്ലും, ആരുടെയും വരാനുള്ളതാണ് സ്വൈരം. അവരെ തടയാനായിട്ട് ആരുമില്ല. അതാണ് ചരന്തി. ചരന്തി എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നു. അല്ലയോ ഈശ, ഗുരുവായൂരപ്പ, അല്ലയോ ഈശ്വരൻ. ഗുരുവായൂരപ്പനെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ചരന്തീശ സ്വൈരം. അവരെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സതത പരിനിർഭാത പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന. അല്ലാത്തൊരു പ്രയോഗം അത് ഒറ്റ ചേർത്ത് പറയുകയാണ്. എന്താണ് പരിനിർഭാതം? പരിനിർഭാതം എന്ന് വെച്ചാൽ ചുറ്റും പ്രകാശിക്കുന്നത്, നിർഭാതം പ്രകാശിക്കുന്നത്. പരി എന്ന് വെച്ചാൽ ചുറ്റും. അവര് പോകുന്നിടത്തെല്ലാം ഒരു പ്രകാശം പരക്കും. ഏത് പ്രകാശമാണ് പരക്കുന്നത്? പരജിത് സദാനന്ദദ്വൈത പ്രസരം. ബ്രഹ്മാനന്ദമാണ് ഈ പറയുന്നത്. പരചിത്, ചിതെന്ന് പറഞ്ഞാൽ ജ്ഞാനം, സദാനന്ദം എന്ന് വെച്ചാൽ സത്ത് ആനന്ദം. അത് ബ്രഹ്മത്തിന്റെ പര്യായമാണല്ലോ, സച്ചിദാനന്ദം. അതിന്റെ അദ്വൈത പ്രസരം, അതിങ്ങനെ ചേർന്നിരുന്ന ആ ഏകത്വം ഉറച്ചു. വേറൊന്നുമില്ലവർക്ക്. ആ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി യസ്യ ബ്രഹ്മണി രമതേ ചിത്തം എന്ന് പറയുന്നതാണ്. ആ പൂർണ്ണമായ ബ്രഹ്മ അവർക്ക് ആനന്ദത്തിൽ മുഴുകിയാണ് അവരിയ്ക്കുന്നത്. അത് ചേർത്തൊരു പ്രയോഗമാണത്. പരിനിർഭാത പരചിത് പരചിത് സദാനന്ദ അദ്വൈതം. അദ്വൈതം വേറൊന്നില്ല, വേറൊരു കലർപ്പില്ല, ദ്വൈതമില്ല. രണ്ടോ ഉണ്ടെങ്കിൽ വേറൊന്നും കൂടെ ഉണ്ടല്ലോ. ഇതാ ഏകാന്തമായിരിക്കുന്ന ആ പരബ്രഹ്മ ആനന്ദം. അതാണ് ആ ചേർത്ത് പറയുന്നത്. പരജിത് സദാനന്ദ അദ്വൈത പ്രസരം. പ്രസരം എന്ന് വെച്ചാൽ അവരുടെ ചുറ്റും അതിങ്ങനെ വ്യാപിച്ചിരിക്കും. പ്രസരം അല്ലെങ്കിൽ ആ ഒഴുക്ക്. പ്രസരത്തിന് ഒഴുക്കെന്ന് അർത്ഥമുണ്ട്. ആ ബ്രഹ്മാനന്ദത്തിന്റെ ഒഴുക്കിൽ പരിമഗ്ന, അവർ മുഴുകി തന്നെ ഇരിക്കുകയായിരിക്കും. അവരുടെ ചുറ്റിലുമുണ്ട്, ഉള്ളിലുമുണ്ട്, എല്ലാം ആനന്ദമയമായിട്ട് അവരിയ്ക്കുകയാണ്. അതാണ് ആ പ്രയോഗം, ആ വാക്ക് ശ്രദ്ധിക്കണം. പരനിർഭാത പരചിത് സദാനന്ദ ദ്വൈത പ്രസര പരിമഗ്ന. ഇതിപ്പോ ഒരു വിശേഷണം ഇല്ല. ആ ബ്രഹ്മാനന്ദത്തിലങ്ങ് മുഴുകി യസ്യ ബ്രഹ്മണി രമതേ ചിത്തം എന്ന് പറയുന്ന ആ ബ്രഹ്മത്തിൽ തന്നെ അവരുടെ മനസ്സിങ്ങനെ മുഴുകി ആ ഒരു പ്രസരത്തിൽ അവര് നിമഗ്നരായിരിക്കുകയാണ്. ആ ഒഴുക്കിൽ, ആ ബ്രഹ്മാനന്ദ പ്രവാഹത്തിൽ മുഴുകിയിരിക്കുന്ന അവരെന്താണ്? മഗ്നാക്കിമപരം. പിന്നെ എന്താണ് നേടേണ്ടത്? ഈ ഭക്തി കൊണ്ട് അവർ ആ ബ്രഹ്മാനന്ദം വരെ നേടി ഇങ്ങനെ സ്വൈരമായിട്ട് സഞ്ചരിക്കുകയാണ്. കിമപരം, മറ്റൊന്നുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു ഭക്തി മഹത്വമായിട്ട് പറയുന്നതേ. നമ്മൾ ബാഹ്യമായിട്ട് എന്ത് നേടിയാലും അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ ഭക്തി ഇല്ലെങ്കിൽ? ഇല്ലേ? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമധേ എന്നൊക്കെ ആചാര്യസ്വാമികൾ പറയുന്നതാണ്. വേറെ ഒന്നും നമ്മളെ രക്ഷിക്കാൻ കാണത്തില്ല. സംപ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുഗുരുജിങ്കരണേ. വേറുള്ള ഒരു ഭൗതിക ജ്ഞാനവും നമ്മളെ ഈ മരണസമയത്തും അല്ലാതെ ഒന്നും രക്ഷിക്കാൻ കാണില്ല. അതുകൊണ്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദനം ഭജിക്കൂ, ഗോവിന്ദനം ഭജിക്കൂ എന്ന് ആവർത്തിച്ച് ശങ്കരാചാര്യസ്വാമികൾ വരെ പറയുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടെ ഭട്ടതിരിയും പറയുന്നത്. മുനി പ്രൗഢാരൂഢാ ജഗതികലു ഗൂഢാത്മഗതയോ. ഇങ്ങനെ ഗൂഢാത്മഗതികളായിരിക്കുന്ന ആ മുനിപ്രൗഢന്മാര് ജഗത്തിൽ വളരെ പ്രസിദ്ധന്മാരുമാണ് അവർ. ഭവത്പാദാംബോജസ്മരണ വിരുജോ.
അങ്ങയുടെ പാദങ്ങളിലുള്ള സ്മരണം കൊണ്ട് അസുഖങ്ങളെല്ലാം മാറിയവരായിട്ട് എന്ത് ചെയ്യും? നാരദമുഖ, നാരദനെ ഉദാഹരണമായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. നാരദൻ മുതലായിട്ടുള്ളവർ, നാരദൻ മാത്രമല്ലല്ലോ, എത്രയോ ഭക്തന്മാരുണ്ട്. നമ്മളിനി ഭാഗവതമൊക്കെ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ നാരായണത്തിൽ തന്നെ ഇനി ഓരോ ഭക്തന്മാരുടെയും കഥകൾ നമ്മൾ ഇങ്ങനെ കേൾക്കാൻ പോവല്ലേ. അതുകൊണ്ട് ആ ഭക്തന്മാരെല്ലാം ചരന്തീശസ്വൈരം, അവരെല്ലാം ഒരു ബാധയും നിർബാധം സഞ്ചരിക്കുന്നു എന്നാണ്. ചരന്തീശ, ലയോ ഈശ, അവരെല്ലാം സ്വൈരം ചരന്തി. നമുക്കൊക്കെ പ്രശ്നങ്ങളാ, എങ്ങോട്ട് പോകുന്നതിനും തടസ്സങ്ങളല്ലേ. ഇവർക്ക് അങ്ങനെയുള്ള യാതൊരു തടസ്സങ്ങളും ജീവിതയാത്രയിലില്ല. സതത പരിനിർബാധം, സതതം എല്ലായ്പ്പോഴും പരിനിർബാധം പ്രകാശിക്കുന്ന ആ ബ്രഹ്മാനന്ദത്തിൽ അവർ മുഴുകി, ബ്രഹ്മാനന്ദത്തിന്റെ ഒഴുക്കിൽ, പ്രസരം എന്ന് വെച്ചാൽ ഒഴുക്ക്, ഒഴുക്കിൽ നിമഗ്ന. കിമപരം, അപരം കിം, പിന്നെ എന്തു വേണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ആ ശ്ലോകം ഒന്നുകൂടെ കേട്ടോ. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണ വിരുജോ നാരദമുഖ ചരന്തീശസ്വൈരം സതത പരിനിർബാധ പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ആ ഒറ്റ വാക്കാണേത്. അതായത് സതത പരിനിർബാധ പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്നം. ഒറ്റ വാക്ക്. ആ ബ്രഹ്മാനന്ദത്തിൽ എല്ലായ്പ്പോഴും മുങ്ങിയിരിക്കുന്നവരെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഇനി 5-ാമത്തത്. ഇത് ഭക്തി പ്രാർത്ഥനയാണ്. നേരത്തെ തന്നെ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ഭക്തിയെപ്പറ്റിയും തന്റെ ദുഃഖത്തെപ്പറ്റിയും ഒക്കെയുള്ള ആവലാദികളൊക്കെയാണ് ഭട്ടതിരി ഈ ദശകത്തിൽ പറയുന്നത്. ഭവദ്ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷ ക്ലേശൗഘം നഗലു ഹൃദി സന്ദേഹ കണിക. എന്താണ് ഭവദ്ഭക്തി? അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഭക്തി, ഭവദ്ഭക്തി സ്ഫീതാഭവതു മമ. സ്ഫീത എന്ന് വെച്ചാൽ വർദ്ധിച്ചു, സ്ഫീത എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരട്ടെ അങ്ങയുടെ ഭക്തി എൻ്റെ ഉള്ളിൽ. മമ സൈവ, എന്നിൽ അങ്ങയുടെ ഭക്തി വർദ്ധിച്ചു വരട്ടെ. ഉള്ള ഭക്തി ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരണമെന്ന് പറയാണ്. ഭവദ്ഭക്തി സ്ഫീതാഭവതു മമ സൈവ, സൈവ അത് തന്നെ. അതാണ് സൈവ. എന്താണ്? പ്രശമയേദശേഷ ക്ലേശൗഘം. ഇത് നമുക്കും കൂടെ ബാധകമാണ്. ഭട്ടതിരിയിരുന്ന് ചൊല്ലുന്നത്. നമ്മളും ഭഗവാനിലുള്ള ആ ഭക്തി നമ്മളിൽ കൂടിക്കൂടി വരുമ്പോ എന്ത് സംഭവിക്കും? ആ പ്രശമയേദശേഷ ക്ലേശൗഘം, അശേഷം പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ക്ലേശങ്ങളൊക്കെ അങ്ങ് ഇല്ലാതാകും. അതാണ് അതിന്റെ ഗുണം. ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മനസ്സാണല്ലോ ഈ ക്ലേശത്തിന്റെ എല്ലാം കാരണം. അതിലെല്ലാം നമ്മൾ ഇങ്ങനെ ആ ഭഗവാന്റെ ചിന്ത നിറച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലേശിക്കാൻ എന്താ ഇരിക്കുന്നു? ബാക്കിയുള്ള ചിന്തകളാണ് നമ്മളെ ഈ ക്ലേശിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളെ ക്ലേശിപ്പിക്കാനുള്ളത് ഓരോ ചിന്ത. ഇപ്പൊ ആർക്കും ക്ലേശം ഇല്ലല്ലോ, എല്ലാവരും നാരായണീയം കേട്ടോണ്ടിരിക്കുമ്പോ ആർക്കെങ്കിലും ക്ലേശം ഉണ്ടോ? ഇതാണ്. കഴിയുമ്പോൾ നമുക്ക് ഓരോ വിഷയ ചിന്തകൾ വരും. ഇന്നത് വേണം, മറ്റേത് വേണം എന്നുള്ള ഓരോ ദുഃഖങ്ങൾ കയറി വരും. എപ്പോഴും ഭഗവത് സ്മരണ നമ്മുടെ മനസ്സിൽ നിലനിന്നു കഴിഞ്ഞാൽ എന്താണ്? അശേഷ ക്ലേശൗഘം പ്രശമയേത്, എല്ലാ ക്ലേശങ്ങളും കൂട്ടം ക്ലേശ സമൂഹങ്ങളെല്ലാം നമ്മൾക്ക് മാറിക്കിട്ടും. പ്രശമയേതെന്ന് പറയാണ്. അശേഷം ഒരു ദുഃഖവും ഈ ഭക്തന്മാർക്ക് കാണില്ല. അവരൊന്നിനെ ഓർത്തും വ്യാകുലപ്പെടില്ല. അല്ലെ? എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ജീവിക്കുന്നവരാണത്. അവർക്ക് പിന്നെ എന്തിനെ ഓർത്ത് ദുഃഖിക്കാൻ? അതാണ് ഭവദ്ഭക്തി സ്ഫീതാഭവതു മമ. അങ്ങനെയുള്ള ആ ഒരു ഭക്തി എന്നിൽ ഇങ്ങനെ വർദ്ധിച്ചു വരണേ ഭഗവാനെ. ആ പ്രാർത്ഥനയുടെ ആ ഒരു തീവ്രത നോക്കി വരുന്നുണ്ടോ? സൈവ അത് തന്നെ, ആ ഭക്തി തന്നെ പ്രശമയേത് അശേഷ ക്ലേശൗഘം, എന്റെ എല്ലാ ദുഃഖങ്ങളും കൂട്ടം അതെല്ലാം ഇല്ലാതാകും ഈ ഭക്തി കൊണ്ട് മാത്രം. നഗലു ഹൃദി സന്ദേഹ കണിക. എനിക്ക് അതിൽ ഒരു സന്ദേഹം എന്ന് വെച്ചാൽ സംശയം. കണിക എന്ന് വെച്ചാൽ ഒരു ചെറിയ തുള്ളി പോലും, ആ ഒരൊട്ടും സംശയം എനിക്ക് അക്കാര്യത്തിൽ ഇല്ല, ഉറപ്പാണെന്ന് ഭട്ടതിരി പറയാണ്. അങ്ങയിൽ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ വാതരോഗമൊന്നും പിന്നെ ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടാക്കില്ല. നഗലു ഹൃദി എന്ന് വെച്ചാൽ മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഒരു സന്ദേഹം പോലും ഇല്ല ഇക്കാര്യത്തിൽ. നചേത് വ്യാസസ്യോക്തി, നചേത് വ്യാസസ്യ ഉക്തി, അങ്ങനെ എടുക്കണം, പദം പിരിക്കണേ. നചേത് വ്യാസസ്യോക്തി തവചവചനം നൈഗമവചോ ഭവേത് മിഥ്യ. മിഥ്യയായി പോകും. മിഥ്യ എന്ന് വെച്ചാൽ
ഇല്ലാത്തത്, യാഥാർത്ഥ്യമില്ലാത്തതാണല്ലോ മിഥ്യ. മിഥ്യയായി പോകും. എന്താണ് ഭവേദം എന്ന് പറഞ്ഞാൽ? ഭവിക്കും, മിഥ്യയായിട്ട് ഭവിക്കും. ഏതാണ്? ന ചെയ്ത് വ്യാസസ്യോക്തി. വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭക്തി കൊണ്ട് എല്ലാം മാറിക്കിട്ടുമെന്നുള്ളത്. ഭാഗവതത്തിലൊക്കെ തുടക്കത്തിൽ തന്നെ പറയുന്നില്ലേ, ഭക്തിയുടെ മുതലേ പറയുന്നത്. അതുകൊണ്ട് ആ വ്യാസൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭക്തിക്ക് അങ്ങനെയൊക്കെയുള്ള മഹത്വങ്ങളുണ്ട്. അതായത് ഈ കൃതി സന്ദേഹ കണിയ, എനിക്കൊരു സംശയം കാര്യത്തില്ല, ഇത് വ്യാസൻ പറഞ്ഞതും അത് തന്നെയാണെന്ന് പറയാണ്. നചേത്, അങ്ങനെ ഈ ക്ലേശമുഖം മാറുന്നില്ലെങ്കിൽ, അതാണ് ചേത്, നചേത്, അങ്ങനെ അല്ലെങ്കിൽ, അതായത് ക്ലേശമുഖം എല്ലാം മാറും ഭക്തി ഉണ്ടെങ്കിൽ. അങ്ങനെ അല്ലെങ്കിൽ വ്യാസസ്യോക്തി, വ്യാസന്റെ വാക്കുകളുണ്ടല്ലോ, വ്യാസൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭാഗവതത്തിലും ഭാരതത്തിലും എല്ലാം വ്യാസനല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്ന. വ്യാസസ്യോക്തി തവച വചനം, അങ്ങയുടെ വചനവും. നിങ്ങൾ ഗീതയിലൊക്കെ പ്രവർത്തിച്ച് പറയുന്നില്ലേ, ഭക്തി കൊണ്ട് എന്നെ ഞാൻ യോഗക്ഷേമം മഹാമ്യഹോ എന്നൊക്കെ പറയത്തില്ലേ. അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാത്ത എന്നൊക്കെ ഭഗവാൻ പറയും. ഈ ഭക്തി കൊണ്ട് ഞാൻ എപ്പോഴും അവനിൽ സുലഭനാണ്, അവന്റെ എല്ലാ യോഗവും ക്ഷേമവും എല്ലാം ഞാൻ തന്നെ നടത്തിക്കളയും എന്നൊക്കെ. അതാണ് തപജവചനം, അങ്ങയുടെ വചനവും വ്യാസസ്യോക്തിയും, വ്യാസന്റെ വാക്കുകളും. പിന്നെ നിഗമവചനങ്ങൾ, നൈഗമവചനം എന്ന് പറഞ്ഞാൽ നിഗമം, നിഗമം എന്ന് വെച്ചാൽ വേദങ്ങൾ, ഉപനിഷത്തുകളിൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭക്തി കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന വേദങ്ങളിലും ഭഗവാനും വ്യാസനും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യും? ഭവേൻ മിഥ്യ, അതെല്ലാം മിഥ്യയായി പോകും, പാഴ്വാക്കായി പോകുമല്ലോ. ഇങ്ങനെ ഭക്തി കൊണ്ട് മാറുന്നത് എന്റെ അസുഖമെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അഥവാ അങ്ങനെ മാറിയില്ലെങ്കിൽ ഈ ഭഗവാൻ പറഞ്ഞതും വ്യാസൻ പറഞ്ഞതും എല്ലാം മിഥ്യയായി പോകുമല്ലോ, പാഴെന്ന് വെച്ചാൽ ഉറപ്പാണെന്ന്. ഭക്തി ഉണ്ടായാൽ എല്ലാ ക്ലേശമുഖവും പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതിന് ദൃഷ്ടാന്തം പറയുകയാണ്. വ്യാസസ്യോക്തിയുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ഭവേൻ മിഥ്യ. ഇതുപോലെ രഥ്യാപുരുഷ വചനപ്രായം, രഥ്യാപുരുഷ, രഥ്യ എന്ന് വെച്ചാൽ വഴിപോക്കം പറയുന്ന കാര്യം പോലെ ആയി പോകും. വ്യാസന്റെ ഭക്തിയൊക്കെ അങ്ങനെ എടുക്കാവുന്നതാണോ? അവർ പറയുന്നതിനകത്ത് വല്ല കാഴ്ചയിലോ? നമ്മൾ പോകുന്ന വഴിക്ക് നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നത് സത്യമായിരിക്കണമെന്നില്ലല്ലോ. അതാണ് രഥ്യാപുരുഷ വചനപ്രായം എന്ന് പറയുന്ന. വഴിപോക്കരുടെ വചസ് എങ്ങനെയാണോ അതുപോലെ ആയി പോകുമല്ലോ ഈ വ്യാസന്റെയും ഭഗവാന്റെ ഒക്കെ വചനങ്ങൾ. അതായത് വിശ്വാസയോഗ്യമല്ലാതെയായി പോകുമല്ലോ എന്ന്. ഭക്തി കൊണ്ട് എന്റെ ഈ അസുഖം മാറിയില്ലെങ്കിൽ, അതാണ് എന്റെ അർത്ഥം. ഭവദ്ഭക്തിസ്ഥിതാഭവതു മമ, അങ്ങയുടെ ഭക്തി എന്നിൽ വർദ്ധിച്ചു വരണമേ. സയേവ പ്രശമയേദശേഷ ക്ലേശവുകം, അത് തന്നെ എന്റെ എല്ലാ ക്ലേശവുങ്ങളെയും ശമിപ്പിക്കും. ന ചെയ്ത്, അങ്ങനെ ശമിപ്പിക്കുന്നില്ലെങ്കിൽ, അതായത് ഈ ഭക്തി കൊണ്ട് അങ്ങനെ ശമിപ്പിക്കുന്നില്ലെങ്കിൽ, ന ചെയ്ത് വ്യാസസ്യോക്തി, വ്യാസന്റെ വാക്കുകളും, തപജവചനം അങ്ങയുടെ വാക്കും, നൈഗമവചോ വേദവാക്യങ്ങളും, ഭവേൻ മിഥ്യ, ഭവേത് മിഥ്യാ ഭവേത് എന്നുവെച്ചാൽ മിഥ്യയായി ഭവിക്കും. എന്നുവെച്ചാൽ അത് സംഭവിക്കത്തില്ലെന്ന് ഉറപ്പ്. കാരണം എന്താ? രഥ്യാപുരുഷ വചനപ്രായം പോലെ ആയിപ്പോയില്ലേ എന്ന്. കാരണം അവരുടെ വാചനപ്രായം നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇവരുടെ വാചക്കുകളെ തെറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ അശേഷ ക്ലേശവുകം പ്രശമയത്. അതാണ് ഭട്ടതിരിക്കൂടെ പറയേണ്ടത്. ഗുരുവായൂരപ്പനോട് തന്നെ അങ്ങ് പറയുക, അങ്ങയുടെ ഭക്തി എൻ്റെ അങ്ങേക്ക് ഭക്തി ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിത്തരും. ആ ഭക്തിയും ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരണമെന്ന് ഇനി പറയും. ഭവദ്ഭക്തി സ്ഥിതാ ഭവതു മമ സൈവ പ്രശമയേദശേഷ ക്ലേശൗഹം നഖലു ഹൃദി സന്ദേഹ കണിക നചേത് വ്യാസസ്യോക്തി തപജവചനം നൈകമവചോ ഭവേൻ മിഥ്യാ, മിഥ്യാ ഭവേത്. രഥ്യാപുരുഷൻ, രഥ്യ വഴിപോക്കൻ എന്നാണ് രഥ്യാപുരുഷൻ. വചനപ്രായം, അവരുടെ വാക്കുപോലെ ഇതെല്ലാം മാറിപ്പോകുമല്ലോ. ഇതാണ് നമ്മൾ 5-ാം ശ്ലോകത്തിൽ കേട്ടത്. ഇനി 6-ാമത്തെ ശ്ലോകം. അതുകൊണ്ടാണ് ഈ ഭക്തി എന്നിൽ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല, ഭക്തി വന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം എല്ലാം മാറും. അതുകൊണ്ട് ഇനിയത്തെ പ്രാർത്ഥന അതാണ്. ആ ഭക്തി എഴുത്തച്ഛനും ഹരിനാമകൃതത്തിൽ പ്രാർത്ഥിക്കുന്നതല്ലേ, ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരി എന്ന പ്രാർത്ഥന നമ്മളവിടെ കേൾക്കുന്നല്ലോ. അതാണ് എല്ലാ ഭക്തന്മാരുടെ ആഗ്രഹം. ആ ഭക്തി ഭഗവാൻ നമ്മളിൽ ഉണ്ടാക്കി തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഭൗതികമായിട്ട് ഒരു ആകാംക്ഷനും പിന്നെ പ്രഹ്ലാദനും എല്ലാത്തിലും ആവശ്യപ്പെടുന്നു. അവർക്കൊന്നും ഭൗതികമായിട്ടൊന്നും വേണ്ട, എല്ലാം ഭഗവത് ഭക്തി മാത്രം മതി. അതാണ് ഇവിടെ ഭട്ടതിരിയും പ്രാർത്ഥിക്കുന്നത്. ഭവത് ഭക്തി സ്ഥാവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനഃശാന്തേ സ്വാന്തേ
വിമല പരിബോധോദയം മിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ആ ഭക്തിയുടെ ആ വർധന കൊണ്ട് എന്തൊക്കെയാണ് ആ ഭക്തന് സംഭവിക്കുന്നത് ഇവിടെ വിശദമാക്കുകയാണ്. ഭവദ്ഭക്തി സ്ഥാവത് ഭവദ്ഭക്തി താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത്. ഈ ഭക്തി മധുരം, പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത്. ഈ ഭക്തി വളരെ മധുരതരമാണ്. എന്തുകൊണ്ടാണ്? ത്വദ്ഗുണരസം, ഭഗവാന്റെ ഗുണരസമാണല്ലോ ഈ ഭക്തിയായിട്ട് നമുക്ക് മാറുന്നത്. ഒരാൾ ഭക്തി എന്ന് വെച്ചാൽ പ്രേമം. ആ ഭഗവാനിനുള്ള പ്രേമം ഉണ്ടാകണമെങ്കിൽ ഭഗവാന് ഗുണരസങ്ങൾ വേണ്ടേ? ആ ഗുണരസം നിറഞ്ഞ ആളാണ് ഭഗവാൻ. നമ്മൾ ആദ്യം തന്നെ കേട്ടില്ലേ, സൗന്ദര്യോത്തര സുന്ദരതരം മധുരം എല്ലാണെന്ന് ഭഗവാന്റെ സ്വരൂപം നേരത്തെ പറഞ്ഞിച്ചല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ പ്രമുഖ മധുര, തുടക്കത്തിൽ തന്നെ മധുരം. ഒരു അനുഭവം, സുഖകരമായ അനുഭവമാണ് ഈ മധുരം, അല്ലേ? മധുരത്തിനേക്കാളും വലിയൊരു അനുഭവം ഉണ്ടോ? എല്ലാം നമ്മൾ മാധുര്യം മാധുര്യം എന്നല്ലേ പറയണത്. ഏറ്റവും നല്ലൊരു അനുഭവമാണ് മധുരം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ത്വദ്ഗുണരസാത്, അങ്ങയുടെ ഈ ഗുണരസങ്ങൾ കൊണ്ട് തുടക്കത്തിൽ തന്നെ അങ്ങയുടെ ഭക്തി മധുരാതരമാണ്. അതാണ് ഭവദ്ഭക്തി സ്ഥാവത് എന്ന് വെച്ചാൽ, താവത് എന്ന് വെച്ചാൽ ഇവിടെ ആട്ടെ, അങ്ങയുടെ ഭക്തി ആവട്ടെ പ്രമുഖ മധുര, തുടക്കത്തിൽ തന്നെ മധുരം. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങും ഭക്തി. മറ്റു യോഗങ്ങളൊന്നും അതുപോലെ അല്ലല്ലോ. കർമ്മയോഗമൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് ക്ലേശങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ആ മധുരാനുഭവം നമുക്ക് ഉണ്ടായി വരും. അതാണ് പറയുന്നത് പ്രമുഖ മധുര, ആരംഭത്തിൽ തന്നെ അത് മധുരമാണ്. ത്വദ്ഗുണരസാത്, അങ്ങയുടെ ഈ ഗുണത്തിന്റെ രസം കൊണ്ട്. അതായത് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ, കഥകൾ കേൾക്കാൻ എല്ലാവർക്കും രസമല്ലേ? ആ ഭക്തി കൊണ്ടാണ് ആ കഥ കേൾക്കാനും തോന്നുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ മധുരമാണ്. പിന്നെന്താണ്? കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനി. അന്നേരം ഈ ഭക്തി ഉണ്ടാകുന്നത് മധുരമാണ്. പിന്നെ കിമപി ആരൂഢ, കിമപി ആരൂഢ, കിമപ്യാരൂഢ. ആരൂഢ എന്ന് വെച്ചാൽ ഉറച്ചാൽ, കുറച്ചൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ. ഭക്തി ആദ്യം ഒന്ന് തുടങ്ങുമ്പം ചിലപ്പോൾ മധുരം കിട്ടി, അത് കുറച്ച് കിമപി കുറച്ചൊന്ന് ഉറച്ചു പോയാൽ ചെയ്ത്, അങ്ങനെ ആണെങ്കിൽ അഖില പരിതാപ പ്രശമനി, എല്ലാ ദുഃഖങ്ങളെയും അത് ശമിപ്പിക്കും. തുടക്കത്തിൽ മധുരം, ആരംഭത്തിൽ തന്നെ മധുരം, അല്ലെ? ഒന്നും ശമിച്ചില്ലെങ്കിലും നമുക്ക് കുറെ സുഖമൊക്കെ കിട്ടുന്നുണ്ട് ഈ ഭക്തി കൊണ്ട്. പിന്നെ ആ ഭക്തി കുറച്ചൊന്ന് ഉറച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ്? കിമപ്യാരൂഢ, കുറച്ചൊന്ന് ഉറച്ചാൽ ചേത്, ആരൂഢാ ചേത് കുറച്ച് ഉറച്ചെങ്കിൽ, ആരൂഢാ ചേതെന്ന് വെച്ചാൽ എങ്കിൽ എന്നുള്ള ചേത് അഖില പരിതാപ പ്രശമനി, പരിതാപം ദുഃഖം, എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി ശമിക്കും. ഭക്തി ഉറച്ചെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ, ഭഗവത് ഭക്തി, ഭഗവാനോടുള്ള പ്രേമം, സദ്വസ്മിൻ പരമപ്രേമ രൂപ എന്നാണ് ഭക്തിയുടെ നിർവചനം, അല്ലേ? നാരദന്റെ ആ ഭക്തിയാകട്ടെ ഭഗവാനിലുള്ള അചഞ്ച പ്രേമമാണ്. ആ പ്രേമം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു ദുഃഖങ്ങളൊന്നും നമ്മളെ അലട്ടുകയില്ല. അതാണ് കിമപ്യാരൂഢാ ചെയ്ത് അഖില പരിതാപ പ്രശമനി, എല്ലാ താപം ദുഃഖം, എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കും. പുനശ്ചാന്തേ, പിന്നെ കുറച്ചുകൂടെ അവസാനമാകുമ്പോൾ ആ ഭക്തി അങ്ങോട്ട് മൂത്ത് പുനഃ പിന്നീട് അന്തേ അവസാനത്തിൽ സ്വാന്തേ, സ്വാന്തം എന്ന് വെച്ചാൽ മനസ്സെന്നാണ് അർത്ഥം. സ്വാന്തം മനസ്സിൽ എന്താ ഉണ്ടാകും? വിമല പരിബോധോദയം ഇളൻ മഹാനന്ദദ്വൈതം ദിശതി, ദിശതി. മനസ്സിൽ ഈ പരമാനന്ദ അദ്വൈത ഭാവം ഉണ്ടാകുമെന്ന്. ആ അദ്വൈത ഭാവത്തിലാണ് ആ ഭക്തിയുടെ ഏകമായ ഒന്ന് മാത്രമായ ഏകാന്ത ഭക്തിയാണ് ഇവിടെ പറയുന്നത്. അതുണ്ടായി കഴിഞ്ഞാൽ വിമല പരിബോധോദയം ഇളൻ, ആ ബോധമാണ് അവിടെ ഉണ്ടാകുന്നത്. ഭക്തിയുണ്ട്, പരിബോധം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം. ആ ജ്ഞാനപ്രാപ്തി ഉണ്ടായി. വിമല ജ്ഞാനം വെച്ചാൽ കേവലമായ ആ ജ്ഞാനം, അതാണല്ലോ വേണ്ടത്. ഭക്തിയാമാം അഭിജാനാതി യാവാനച്ചാസ്മി തത്വതഃ എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറയുന്നില്ലേ? ഈ ഭക്തി കൊണ്ട് ആ ജ്ഞാനം നമുക്ക് ഭഗവാനെ പറ്റിയിട്ടുള്ള ആ ജ്ഞാനം ഉറയ്ക്കും. അതാണ് പുനശ്ചാന്തേ. അതിന്റെ പുനഃ ച അന്തേ, പുനശ്ചാന്തേ. വീണ്ടും അവസാനത്ത് സ്വാന്തേ, മനസ്സിൽ വിമല പരിബോധോദയം, ആ വിമലമായ ആ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ മിളതെന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്ന ആ അദ്വൈതം ദിശതി, ആനന്ദാദ്വൈതം എന്ന് വെച്ചാൽ ആ ബ്രഹ്മാനന്ദം,
അദ്വൈതമായിരിക്കുന്ന ആ ബ്രഹ്മാനന്ദ ഭാവത്തിൽ ഈ മനസ്സ് ലയിക്കും. അതാണ് പുനഃശാന്തേ സ്വാന്തേ വിമല പരിബോധോദയം. ആ പരിബോധം, വിമലമായ ആ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉദയ, അതിനോട് ചേർന്ന്, മിളത്തെന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്ന ആ മഹാനന്ദം. അന്നേരം ജ്ഞാനത്തിലാണല്ലോ ഈ ആനന്ദം. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയാണ്, അല്ലെ? അത് വ്യത്യാസമില്ല. ജ്ഞാനവും ജ്ഞാനവിത്തും ഒന്നും തന്നെയാണ്, വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. അദ്വൈതമല്ല ഇല്ലേ? ജ്ഞാനത്തിൽ അമർന്നിരിക്കണം. അതാണ് അറിവിൽ അമർന്ന് അത് മാത്രമായിടണം എന്നൊക്കെ പ്രാർത്ഥന പറയുന്നത്. ആ ജ്ഞാനത്തിൽ അമർന്ന് ഇരിക്കുമ്പോൾ പിന്നെ അവിടെ ദ്വൈതമില്ല. അത് എല്ലാം ആ ഭഗവാൻ തന്നെയായി നമ്മൾ മാറും. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം അവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി തരുന്നു. ഈ ഭക്തി എവിടം വരെയായി? ആ അദ്വൈതമായിരിക്കുന്ന പരമാനന്ദ രസപ്രാപ്തിയിൽ വരെ കൊണ്ടെത്തിക്കും എന്നിവിടെ പറയാണ്. ആ തുടക്കത്തിൽ തന്നെ അത് മധുരം, അത് കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ശാരീരിക മാനസികമായ പീഡകളെല്ലാം മാറും. പുനഃശാന്തേ, പിന്നീട് അവസാനത്തിൽ വിമല പരിബോധോദയം മിളൻ, മിളത്തെന്ന് വെച്ചാൽ ചേർന്നിരിക്കുന്ന ആ ആനന്ദ അദ്വൈതം, ആനന്ദ അദ്വൈതം ദിശതി. ഏത് തരുന്നു? ഈ ഭക്തി. ദിശതി എന്ന് വെച്ചാൽ തരുന്നു. ആ ഭക്തിയുടെ മഹത്വം കണ്ടില്ലേ? തുടക്കത്തിൽ തന്നെ സുഖമാ, പിന്നെ അവസാനവും ഈ ആനന്ദ അനുഭവത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. അപരം, മറ്റൊന്ന്. ഇതിനേക്കായി എന്താണ് വേറെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഈ ചിന്ത ഏതായിരിക്കണം? ഗുരുവായൂർ പോകുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് കൈ. ആ ഒരു പ്രാർത്ഥനയെ നമ്മൾ നടത്താവൂ. അല്ലാതെ അവിടെ ചെന്ന് നമ്മുടെ തുച്ഛങ്ങളായിട്ടുള്ള പല ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം ലൗകികരാണ്, അല്ലേ? അതിലെല്ലാം ഭഗവാൻ ഇഷ്ടപ്പെട്ടവർ തന്നെ. ഗീതയിലൊക്കെ പറയത്തില്ലേ, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി. എല്ലാവരും എൻ്റെ അടുക്ക വരും, അവരെല്ലാം സുഹൃതികൾ തന്നെയാണ്. പക്ഷെ ജ്ഞാനികളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോ അത്യർത്ഥമഹം സച മമ പ്രിയ എന്നവിടെ പറയും. ഒരു ജ്ഞാനി എന്നോടും ജ്ഞാനിക്ക് പ്രിയം കാണും, എനിക്ക് അവനോടും പ്രായം കാണും. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ആവശ്യം കഴിഞ്ഞങ്ങ് പോകും. പക്ഷെ ജ്ഞാനി ഞാൻ തന്നെയാണ് എന്നാണ് അവിടെ പറയുന്നത്. ആ ജ്ഞാനത്തിന്റെ ആ ഒരു പ്രാപ്തിയും കൂടെ ഈ ഭക്തി കൊണ്ട് കിട്ടുമെന്നാണ് ഈ ശ്ലോകത്തിൽ കവി പറയുന്നത്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര. അങ്ങയിലുള്ള ഭക്തിയാകട്ടെ തുടക്കത്തിൽ തന്നെ മധുരമാണ്. എന്തുകൊണ്ട്? ത്വദ്ഗുണരസാത്, അങ്ങയിൽ ഗുണത്തിന്റെ എല്ലാ ഇരിപ്പിടമല്ലേ. ആ ഗുണത്തെ പ്രാപിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ ആ മധുരതരമായ അനുഭവം എന്നിലും ഉണ്ടാകും. ഭക്തി ആണതല്ലോ ആ കഥയൊക്കെ കേട്ട്. പിന്നെ കിമപ്യാരൂഢ, കിമപി ആരൂഢ, കിമപ്യാരൂഢ, കിമപി ആരൂഢാചേത് അഖില പരിതാപ പ്രശമനി. എല്ലാ പരിതാപങ്ങളും ഇല്ലാതാകും. പുനഃശാന്തേ സ്വാന്തേ, പുനഃ വീണ്ടും, അന്തേ അവസാനത്തിൽ, സ്വാന്തേ മനസ്സിൽ, വിമല പരിബോധോദയം മിളൻ മിളൻ മഹാനന്ദാദ്വൈതം. ആ മഹത്തായ ആനന്ദം ഈ ഭക്തി തരുന്നു. മഹാനന്ദാദ്വൈതം ദിശതി തരുന്നു. കിമഥ, കിം അഥ പ്രാർത്ഥി. ഇതിൽ നിന്ന് വേറെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. കിമത പ്രാർത്ഥ്യം അപരം. അപരം കിം പ്രാർത്ഥ്യം. ഇതിൽ നിന്ന്, ഈ പ്രാർത്ഥനയിൽ നിന്ന്, എന്ന് വെച്ചാൽ ഈ ഭക്തി പ്രാർത്ഥനയിൽ നിന്ന് വേറെ എന്താണ് ഭഗവാനിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഭട്ടതിരി ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്. ഇനി അടുത്തത് 7, 6 കഴിഞ്ഞത്, ഇനി 7ാമത്തെ ശ്ലോകം. ഇതുവരെയുള്ളതെല്ലാം ഒന്ന് കുറിച്ച് വെച്ചേരാ, നമുക്ക് ഇനിയും സമയമുണ്ട്. 8:30 ആയതല്ലേ ഉള്ളൂ. 7ാമത്തത്. വിധൂയ ക്ലേശാന്മേ ഗുരുചരണയുഗ്മം ധൃതരസംഭവ ക്ഷേത്ര പ്രാപ്തവൂ കരമവിജതേ പൂജന വിധൗ അവന്മൂർത്യാലോകേ നയനം അതതേ പാദതുളസീ പരിക്രാണേ ക്രാണം ശ്രവണമവിതേ ചാരുചരിതേ. ഇനി ആ ഭക്തിയുടെ ഒരിച്ചിരി അത്ര ലളിതമല്ലെന്ന് കാണിക്കാനാണ്. ഒരു ഭക്തൻ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഭക്തി എന്ന് പറയുന്നത് എല്ലാ മാസവും പോയി ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചു പോരുന്നതാണ് ഭക്തി. ഇതല്ല ഭക്തി. നമ്മുടെ ജീവിത ചലനം മൊത്തം ഭഗവന്മയമായിരിക്കണം.
ഈ ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. നിന്റെ എല്ലാ ചലനങ്ങളും എന്നെ അർപ്പണമാക്കി മാറ്റണം. അതാണ് യഥാർത്ഥ ഭക്തി. അതാണ് ഇവിടെ ഭട്ടതിരിയും പറയുന്നത്. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസംഭവ ക്ഷേത്ര പ്രാപ്തവും. ചരണയുഗ്മം, അങ്ങേ ചരണയുഗ്മം ഉണ്ടല്ലോ, എന്റെ ചരണമേ ചരണയുഗ്മം, എന്റെ ഈ രണ്ട് പാദങ്ങളും എന്ത് ചെയ്യണം? ധൃതരസം ഗുരു. എന്തിന്? ഭവത് ക്ഷേത്ര പ്രാപ്തവും, അങ്ങയുടെ ആ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി എന്റെ ഈ പാദങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കണേ. എന്റെ പാദങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഭഗവത് ദർശനം കാണാൻ പോകാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ കോവിൽ എവിടെങ്കിലും പോകാനായിരിക്കണം എന്റെ പാദങ്ങളുടെ ഉപയോഗം. നമ്മൾ ആ പാദങ്ങൾ എവിടെയാണ്? നമ്മുടെ സഞ്ചാരം മൊത്തം അതിലോട്ടായിരിക്കണം. അതാണ് വിധൂയ ക്ലേശാന്മേ എന്ന് ആദ്യം പറഞ്ഞു. എന്റെ ക്ലേശങ്ങളെല്ലാം അകറ്റണേ. ഇങ്ങനെയൊക്കെ ആയാലേ ആ ക്ലേശങ്ങൾ അകലൂ. വിധൂയ എന്ന് വെച്ചാൽ അകറ്റുക. മേ ക്ലേശാൻ വിധൂയ, എന്റെ ക്ലേശങ്ങളെല്ലാം അകറ്റണം. എങ്ങനെയാണ്? കുരു ചരണയുഗ്മം ധൃതരസം. ധൃതരസം കുരു എന്ന് വെച്ചാൽ രസത്തോടുകൂടി ചെയ്യണം. എന്താണ്? ചരണയുഗ്മം ഭവക്ഷേത്ര പ്രാപ്തവോ, എന്റെ ചരണയുഗ്മങ്ങൾ രണ്ടും ക്ഷേത്രപ്രാപ്തവും, ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി, ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി ഉള്ളതായിരിക്കണം. അതിനുള്ള രസം ഉണ്ടാക്കി തരണേ. അതാണ് പ്രാർത്ഥന. എന്റെ പാദങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്യേണ്ടത് അങ്ങയുടെ അമ്പലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമായിരിക്കണം. അതാണ് വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. ധൃതരസം ഗുരുന്ന, വളരെ രസത്തോടുകൂടി അതിനെ ആക്കണം. അല്ലാതെ ആരുടെങ്കിലും നിർബന്ധം കേട്ട് നടന്നു പോവുകയല്ല. ഭഗവാനിൽ പോകാൻ നമുക്ക് തന്നെ രസം ഉണ്ടാകണം. ആ ഒരു രസം എന്നിൽ ഉണ്ടാക്കണേ ഗുരു. ധൃതരസം. എന്തിന്? ചരണയുഗ്മം ഭവക്ഷേത്ര പ്രാപ്തവും, എന്റെ കാലുകൾ അവിടെ എത്താൻ വേണ്ടി, അങ്ങയുടെ ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയുള്ള രസം എനിക്കുണ്ടാകണം. കരമപിജതേ പൂജന വിധവൂ, എന്റെ കൈകൾ എന്തിനാണ്? അങ്ങയുടെ പൂജ വിധിക്ക്. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം അങ്ങയുടെ പൂജയായിരിക്കണം. യത് കരോഷി, അതെല്ലാം ഭഗവത് പൂജയായിരിക്കണം. കരങ്ങൾ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. യാതൊന്നു ചെയ്വതത് എന്താണ്? നാരായണ അർച്ചനകൾ. എല്ലാമൂർത്തി പറയില്ലേ? യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ. അതാണ് ഇവിടെ പറയുന്നത്. കരമഭിജതേ പൂജനവിധൗ, എന്റെ കൈകള് അങ്ങയുടെ പൂജാവിധിക്ക് വേണ്ടിയുള്ളതായിരിക്കണം. നമ്മുടെ കൈ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ചില സ്വാർത്ഥ കാര്യങ്ങൾക്കും മറ്റു കാര്യത്തിനല്ലേ. ഇത് ഭഗവാന്റെ പൂജ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമുക്ക് ഭഗവത് അർപ്പണമാക്കി മാറ്റാൻ കഴിയും. ആ ഒരു മനസ്സിൽ മതി ഇത്. അല്ല നമ്മളെല്ലാം ഭഗവാന്റെ പൂജ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ജീവിക്കണ്ടേ? പക്ഷെ ഏത് ചെയ്യുമ്പോഴും നമ്മൾ അത് ഭഗവത് പൂജയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്റെ കരങ്ങൾ കരമഭിജതേ പൂജനവിധവും, കരങ്ങൾ ഭഗവത് പൂജനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഭവൻമൂർത്തിയാലോകേ നയനം. കണ്ണുകൾ എന്തിനാണ്? നമ്മുടെ കണ്ണുകൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? ഇത് ഭവൻമൂർത്തിയാലോകേ, അങ്ങയുടെ മൂർത്തി, അങ്ങയുടെ ആ വിഗ്രഹം ഉണ്ടല്ലോ, ഗുരുവായൂരപ്പന്റെ രൂപം ഉണ്ടല്ലോ, അതിനെ കാണാൻ വേണ്ടിയായിരിക്കണം എന്റെ കണ്ണ്. നമ്മുടെ കണ്ണ് എന്ന് വെച്ചാൽ എല്ലാത്തിലും ഗുരുവായൂരപ്പനെ കാണുക. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ. നമുക്ക് ഏതിലും ഗുരുവായൂരപ്പൻ കാണാം. നമ്മൾ ഗുരുവായൂരിരിക്കുന്നപ്പൻ മാത്രമല്ലല്ലോ, എല്ലാത്തിലും. ചാവാസ്യമിതം സർവം സർവം അഖിലം എന്താ കല്ലിതം ബ്രഹ്മ എന്നല്ലേ, എല്ലാത്തിലും ബ്രഹ്മഭാവമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതിലും ഭഗവാനെ ദർശിക്കാം. മറ്റടുത്തൊരു മനോഹര രൂപം ഇരിക്കുന്നുണ്ട്, ആകൃഷ്ടമാണെന്നേ ഉള്ളൂ. അതാണ് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻമൂർത്തിയാലോകേ നയനം. എപ്പോഴും പോയി ദീപാരാധന കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ളതല്ല. നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്നതെല്ലാം ഭഗവത് ദർശനമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം നമ്മൾ നാരായണനെ കാണണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായ ഒരു സുഖം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാം നാരായണനാണെന്ന് വിചാരിച്ച് കണ്ടേക്കുക. അതാണ് ഭവൻമൂർത്തിയാലോകേ നയനം. മൂർത്തി എന്ന് വെച്ചാൽ രൂപം. അങ്ങയുടെ രൂപത്തിൽ കാണുന്നതായിരിക്കണം എന്റെ നയനങ്ങൾ. അതതേ പാദതുളസീ പരിക്രാണേ ക്രാണം. മൂക്ക്, നാസി എന്തിനാണ്? അങ്ങയുടെ പാദങ്ങളിൽ വീണ ആ തുളസിയുടെ ഗന്ധം ആസ്വദിക്കാൻ വേണ്ടി ആയിരിക്കണം എന്റെ മൂക്ക്. എന്താ ഏത് ഗന്ധം നമ്മൾ ആസ്വദിക്കുന്നതും അത് ഭഗവാന്റെ ഗന്ധമാണെന്നുള്ള ഭാവനയിൽ ആസ്വദിക്കണം. ആ രീതിയിലാകുമ്പോഴത്തേക്ക് നമ്മളും ഒരു യഥാർത്ഥ ഭക്തനായി മാറും. ഭവൻമൂർത്തിയാലോകേ നയനം അധതേ പാദതുളസീ പരിക്രാണേ ക്രാണം. ക്രാണം നാസിക.
അത് ഘ്രാണിക്കാന്ന് വെച്ചാൽ മണക്കാൻ. പാദ തുളസി, പാദത്തിൽ വീണ് കിടക്കുന്ന തുളസിയെ മണക്കുന്നതിന് വേണ്ടി ആയിരിക്കണം എന്റെ ഘ്രാണം, എന്റെ നാസിക. ശ്രവണമവിതേ ചാരുചരിതേ. ശ്രവണം, ചെവി. അതെന്തിനാണ്? ചാരുചരിതം, ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാൻ. നമ്മൾ വേറെ എന്തിനാണ് ചെവി കേൾക്കുന്നത്? ടിവിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ നമ്മുടെ ചെവി ഉപയോഗിക്കുന്ന. ഇവിടെ അതല്ല, അങ്ങയുടെ ഇത് ശ്രവണം അല്ലേ? ശ്രവണം, കീർത്തനം എന്ന് പറഞ്ഞല്ലേ പറയണത്. ആദ്യം നമ്മൾ ശ്രവണം, അത് അങ്ങയുടെ കഥകൾ. ചാരുചരിതേ, അങ്ങയുടെ ആ മനോഹരമായ എത്രയോ കഥകളുണ്ട്, അതൊക്കെ കേൾക്കാനായിരിക്കണം എന്റെ ശ്രവണം. എന്ന് വെച്ചാൽ ചെവി. അതാണ് പ്രാർത്ഥന. ഒരു ഭക്തന്റെ സർവ്വചലനങ്ങളും ഭഗവൻ മയമായിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഭഗവാൻ ഏറ്റെടുക്കൂ അല്ലേ? അനന്യാചിന്തയന്തോ മാമേജനാ പര്യുപാസതേ എന്ന് ഗീത പറയുന്നതാണ്. വേറൊന്നിലും പോകരുത്. അനന്യാചിന്ത, വേറൊന്നിലും പോകാത്ത മനസ്സോടുകൂടി ആരൊക്കെയാണോ എന്നെ ഭജിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം അഹം വഹാമി. അതാണ് ഇവിടെ പറയുന്നത്. ഭട്ടതിരി, ഞാനിനി എന്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ഈശ്വരമയമാക്കി മാറ്റാൻ പോവാണ് അല്ലേ? മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് വേറൊരു വേല ചെയ്തിടേണ്ട. എല്ലാം ഭഗവൻ മയമാക്കുക. മനസ്സ് മൊത്തം ഭഗവത് സങ്കല്പമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഭക്തിയുടെയും ആവശ്യമില്ല. അതാണ് ഇവിടെയും പറയുന്നത്. വിധൂയ ക്ലേശാൻമേ, എന്റെ ക്ലേശങ്ങളെല്ലാം അകറ്റിയാലും അതിന് വേണ്ടതാണ് ഈ പറയുന്നത്. കുരുചരണയുഗ്മം ധൃതരസംഭവ ക്ഷേത്ര പ്രാപ്തവോ കരമഭിജതേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനം അടതേ പാദതുളസീ പരിക്രാണേ ക്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. ശ്രവണമഭിതേ ചാരുചരിതേ. ഇതാണ് ഈ ശ്ലോകം. എട്ടാമത്തത്. ആ എട്ടും കൂടെ നമുക്ക് നോക്കാം. പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിപഹോ യഥാ വിസ്മരിയാസം ദുരുപശമ പീഡാപരിഭവൻ. പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ മാമകഹൃതി. ഇപ്പം അദ്ദേഹത്തിന്റെ അവസ്ഥ പറയുകയാണേ. ഭട്ടതിരിയുടെ മാമകഹൃതി, എന്റെ ഈ മനസ്സ് എങ്ങനെയുള്ളതാണ്? പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ. പ്രഭൂതം, വളരെ വർദ്ധിച്ച ആദി ദുഃഖം, വ്യാധി, അസുഖം, എല്ലാം കൊണ്ടും പ്രയാസങ്ങൾ അല്ലെ? ആദിയും വ്യാധിയുമാണല്ലോ നമുക്കുള്ളത്. വ്യാധി കൊണ്ടുള്ള ദുഃഖം, അതാണ് ആദിവ്യാധി പ്രസഭചലിതേ. ചലിതം എന്ന് വെച്ചാൽ ഇങ്ങനെ ചലിക്കുന്നു. പ്രസവം എന്ന് വെച്ചാൽ ഏറ്റവും ചലിക്കുന്നു. ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് അർജുനൻ പറയത്തില്ലേ? എന്റെ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇവിടെ ഭട്ടതിരിയും പറയുന്നത്. പ്രഭൂതാദിവ്യാധി പ്രസവം എന്ന് വെച്ചാൽ വളരെ കൂടുതൽ, വളരെയധികം. പ്രസവ ഏറ്റവും ചലിതേ മാമകഹൃതി, എന്റെ ആ ഹൃദയത്തിൽ. ഈ ആദിയും വ്യാധിയും കൊണ്ട്, വർദ്ധിച്ച ആദിയും വ്യാധിയും കൊണ്ട് ഏറ്റവും അധികം ചഞ്ചലമായിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത്. അതാണ് പ്രാർത്ഥന. എന്താണ്? ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപം. ഭഗവാന്റെ രൂപം ഏതാണ്? ഈ നമ്മൾ കാണുന്ന സാകാര രൂപമല്ല, അതല്ല ഇവിടെ വരേണ്ടത്. തദ്രൂപം പരമരസചിദ്രൂപം. ആ ചിദ്രൂപമാണ്. ചിത്തം എന്ന് വെച്ചാൽ ജ്ഞാനം. ആ ചിദാനന്ദം ഇല്ലേ? ആ ചിത്ഭാവം എന്റെ മനസ്സിൽ, ആ ജ്ഞാനം എന്റെ ഉള്ളിൽ, അങ്ങയുടെ ആ ജ്ഞാന സ്വരൂപം എന്റെ ഉള്ളിൽ ഉദിക്കണമേ. അതാണ് ത്വദ്രൂപം. ആ പരമരസം, അനന്തമാണ്. ആനന്ദവും ജ്ഞാനവും ചേർന്ന ആ പരമരസം, ആ പരമാനന്ദ ജ്ഞാനരൂപമാകുന്ന അത് എന്റെ മനസ്സിൽ ഉദിക്കണമേ, ഉദിച്ചു വരണേ. ആ ഭഗവാന്റെ ആ സച്ചിദാനന്ദ സ്വരൂപം എന്റെ മനസ്സിൽ ഉദിക്കണമേ എന്ന പ്രാർത്ഥന. അതാണ് പ്രഭൂതാദിവ്യാധി പ്രസവജലിതേ മാമകൃതി ത്വദീയം തദ്രൂപം. തദ്രൂപം, ആ രൂപം. ഏത് രൂപം? പരമരസചിദ്രൂപം. ആ ആനന്ദവും ജ്ഞാനവും കൂടെ ചേർന്ന
ആ ചിദാനന്ദ രൂപം എന്റെ മനസ്സിൽ ഉദിയാത്. അങ്ങനെ ഉദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉദഞ്ചദ്രോമാഞ്ചോ, രോമാഞ്ചം പുളകിതനായി, രോമാഞ്ചമുള്ളവനായി ആ ഭഗവാന്റെ ആ ജ്ഞാനസ്വരൂപം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ഉദഞ്ചദ്രോമാഞ്ച ഗളിത ബഹു ഹർഷാശ്രു നിവഹ. ഇതൊക്കെ ഭക്തന്റെ ലക്ഷണങ്ങളാണ്. അവന്റെ ബാഷ്പം ഇങ്ങനെ, ആ ഹർഷബാഷ്പം കണ്ണിൽ കൂടെ ആ ഭക്തൻ ഒഴുകാൻ തുടങ്ങും. ഈ ഭഗവാന്റെ ചിദ്രൂപം ഉള്ളിൽ അങ്ങോട്ട് വന്ന് ലയിക്കുമ്പോൾ അതാണ് ഉദഞ്ചദ്രോമാഞ്ചോ, രോമാഞ്ചകഞ്ചുകിതനായി ഗളിത ബഹു ഹർഷാശ്രു നിവഹം. നിവഹക്കൂട്ടം, ആ ബാഷ്പം, അതാണ് അശ്രു. അശ്രു എന്ന് വെച്ചാൽ ബാഷ്പം. അത് ഗളിതം, ഇങ്ങനെ ഒഴുകുന്ന. ഹർഷം എന്ന് വെച്ചാൽ ആനന്ദാശ്രു ഒഴുക്കലായി മാറും ആ ഭക്തന് ഭഗവാന്റെ ആ ചിദ്രൂപം ഉള്ളിലാകുമ്പോൾ. അതാണ് ഉദഞ്ചദ്രോമാഞ്ചം, രോമാഞ്ചകഞ്ചുകനാവും. ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രു നിവഹോ യഥാ വിസ്മരിയാസം. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്താണ് വിസ്മരിയാസം? നമ്മൾ മറന്നുപോകും. ദുരുപശമ പീഡാപരിഭവാൻ. ദുരുപശമം, ഉപശമിക്കാൻ പ്രയാസമായത്, അതാണ് ദുരുപശമം. ഉപശമിക്കുന്ന, ഇപ്പൊ എനിക്ക് പ്രയാസമാണ് എൻ്റെ ഈ പീഡകളെല്ലാം, പക്ഷെ ഈ ചിദ്രൂപം എൻ്റെ മനസ്സിൽ വന്ന് നിറയുമ്പോൾ എന്ത് ചെയ്യും? എപ്രകാരം ആണോ എനിക്ക് മറക്കാൻ കഴിയുന്നത്, വിസ്മരിക്കാൻ കഴിയുന്നത്. ഏത്? ദുരുപശമ പീഡാപരിഭവാൻ. എന്നെ ഈ ശമിക്കാൻ വയ്യാത്ത ഈ പീഡകൾ, അതിന്റെ ദുഃഖം, പരിഭവം എന്ന് വെച്ചാൽ ദുഃഖം, ഇതെല്ലാം വിസ്മരിക്കുന്നത് ഈ രൂപം. അങ്ങനെയുള്ള ആ രൂപം വന്ന് ഉള്ളിലാകുമ്പോഴാണ് ഇതെല്ലാം എനിക്ക് മറക്കാൻ കഴിയുന്നത്. വേറെ ഒരു മാർഗവും ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ ഭക്തി എന്നിൽ ഉണ്ടാകണേ. ഞാൻ എങ്ങനെ ആ ഭക്തി കൊണ്ട് മാറണം? ഉദഞ്ചദ്രോമാഞ്ചോ, ആ ഭക്തി അങ്ങോട്ട് ഉള്ളിൽ നിറയുമ്പോൾ രോമാഞ്ചമുള്ളവനായി. ഉദഞ്ചദ്രോമാഞ്ചക ഗളിത ബഹു ഹർഷാശ്രു നിവഹോ. ഗളിതം എന്ന് വെച്ചാൽ ഒഴുകുന്ന ആ ഹർഷാശ്രു, ആനന്ദ ബാഷ്പം, അതാണ് ഹർഷാശ്രു നിവഹ, ആ കൂട്ടം. അതോടുകൂടി മാറിയിട്ട് എപ്രകാരമാണോ വിസ്മരിയാസം, മറന്നുപോകാൻ കഴിയുന്നത്. ഏത്? ദുരുപശമം. ഉപശമം എന്ന് വെച്ചാൽ ശമിപ്പിക്കാൻ പറ്റുന്നത്. ദുരുപശമം എന്ന് വെച്ചാൽ ശമിപ്പിക്കാൻ കഴിയാത്ത പീഡാപരിഭവാൻ. പീഡകൾ, ഉപദ്രവം, അതായത് ഈ വാദരോഗത്തിന്റെ ഉപദ്രവങ്ങളും പിന്നെ പരിഭവം, അതിന്റെ ദുഃഖവും എല്ലാം, ശോകമെല്ലാം മാറത്തക്ക രീതിയിൽ ആ ചിദ്രൂപം എന്റെ ഉള്ളിൽ നിറയണമേ എന്ന പ്രാർത്ഥനയാണ്. പ്രബോധാദിവ്യാധി പ്രസവജലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം. ത്വദീയം തദ്രൂപം. ആ തദ്രൂപമാണ് ഈ പറയുന്നത്. ഏത്? പരമരസചിദ്രൂപം. ആ പരമരസചിദ്രൂപം തദ്രൂപം ഉദിയാത്. അത് അങ്ങയുടെ ഈ ആ ജ്ഞാനപ്രധാനമായിരിക്കുന്ന ആ രസം എന്റെ ഉള്ളിൽ നിറയണമേ, ഉദിക്കണമേ. അത് വരുമ്പോഴുള്ള ആ മാറ്റമാണ് ഉദഞ്ചദ്രോമാഞ്ചോ. എനിക്ക് രോമാഞ്ചമുണ്ടായി, പുളകമുണ്ടായി. ഗളിത ബഹുഹർഷാശ്രു നിവഹോ. ഈ ഹർഷബാഷ്പങ്ങളൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് യഥാവിസ്മരിയാസം, പ്രകാരമാണോ എന്റെ ഈ ദുരുപശമ പീഡാപരിഭവാൻ, ശമിപ്പിക്കാൻ പ്രയാസമായിരിക്കുന്ന പീഡകളെയും ദുഃഖങ്ങളെയും മറക്കാൻ കഴിയുന്നത്. അത് മറക്കുകയാണ്. പീഡകളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഈ ഭക്തി വരുമ്പോഴത്തേക്ക് നമ്മളെ ശ്രദ്ധയൊന്നും അതിലോട്ട് പോകില്ല. ശരീരത്തിന്റെ ആ ഒരു ബന്ധം നമ്മുടെ ഇതങ്ങ് പോയാൽ, ജ്ഞാനമാണല്ലോ, ജ്ഞാനപ്രകാശം നമ്മളിൽ ഉള്ളിലൊതുക്കുക എന്ന് വെച്ചാൽ അഹമാത്മാ, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകും. അതാണ് ജ്ഞാനം, അല്ലേ? അഹമാത്മാ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം വരുമ്പോൾ ശരീര സംബന്ധിയായിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ നമ്മൾ മറക്കാൻ നമുക്ക് കഴിയും. അതാണ് ഒരു ജ്ഞാനിക്കുള്ളത്. അദ്ദേഹത്തിന് ശരീരക്ലേശങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് വ്യാപരിക്കുകയില്ല. എപ്പോഴും ആനന്ദം നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ അതിന്റെ മനസ്സിൽ നിൽക്കുമ്പോൾ, കാരണം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്നൊക്കെ പറയത്തില്ലേ, ആ മനസ്സിൽ കളിക്കണമെന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പോഴത്തേക്ക് എന്റെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും എന്നുള്ള പ്രാർത്ഥനയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിന്റെ സംശയ നിവാരണത്തിനെടുക്കാം. ഇതുവരെ ഉള്ള പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ചോദിക്കുന്നത് ഓരോരുത്തരായിട്ട് ചോദിക്കണം. ഹരേ കൃഷ്ണ സാർ, ഒന്നും രണ്ടും ശ്ലോകങ്ങൾ ഒന്നും കൂടെ വായിക്കാമോ? എനിക്ക് ലിങ്ക് ഏത് ശ്ലോകം? ഒന്നും രണ്ടും. ഇതില്ല. ഇന്നത്തെ അതെ, എനിക്ക് ലിങ്ക് കിട്ടിയില്ലായിരുന്നു. കേട്ടോരെ. പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിത
സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലക്ഷിതൻ. രണ്ടാമത്തത് ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഇതാണ് പദത്തിന്റെ. ഇതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ അർത്ഥം എനിക്കൊന്നും കേട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞത്. ആണ്, എന്നാ ഞാനൊന്ന് ഓടിച്ചത് പറയാം. പടന്തോ നാമാനി, ഭഗവാന്റെ നാമങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പ്രമദപര സിന്ധവൂ നിപതിത. പ്രമദം എന്ന് വെച്ചാൽ സന്തോഷം, അതിന്റെ ഭരം ആധിക്യത്തിൽ നിപതിത എന്ന് വെച്ചാൽ പതിച്ചു വീണു, അതിനകത്ത് മുങ്ങി. ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാന്റെ ആ പരമ പ്രമദ ആ സന്തോഷത്തിൽ മുങ്ങി. സിന്ധു എന്ന് വെച്ചാൽ സമുദ്രം, ആ സന്തോഷ സമുദ്രത്തിൽ, ആനന്ദ സമുദ്രത്തിൽ നിപതിത ആയിട്ട് സ്മരന്തോ രൂപം തേ, അങ്ങയുടെ രൂപമൊക്കെ സ്മരിച്ചുകൊണ്ട്, അല്ലയോ വരദ, അല്ലയോ ഗുരുവായൂരപ്പ, കഥയന്തോ ഗുണകഥ, ഗുണകഥകൾ, ഗുണവും കഥയും എല്ലാം കഥയന്ത കഥനം ചെയ്യുന്നവനായിട്ട്, ചരന്തോ ഏ ഭക്ത, ഏതൊരു ഭക്തന്മാരാണോ ഇങ്ങനെ ചരിക്കുന്നത്, സഞ്ചരിക്കുന്നത്, ത്വയി ഖലു രമന്തേ, അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ട്, പരമമൂനഹം ധന്യാൻ മന്യേ, അവരെയാണ് ഞാൻ ധന്യതയുള്ളവനായിട്ട് മന്യേ വിചാരിക്കുന്നത്. ധന്യം എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞവൻ, സംതൃപ്തിയുള്ളവനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. സമധിഗത സർവാഭിലക്ഷിതാൻ, അവരെല്ലാ അഭിലാഷങ്ങളും നേടിയവരാണ്, അവർക്ക് അതെല്ലാം കിട്ടിയവരാണ് എന്നാണ് അതിന്റെ സാമാന്യാർത്ഥം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസവരേപ്യനാസക്തം ചിത്തം ഭവതി, എന്റെ ചിത്തം ഭവിക്കുന്നു. എങ്ങനെ? അനാസക്തം, അതിൽ താല്പര്യമില്ലാതെ. എന്തുകൊണ്ട്? ഗതക്ലിഷ്ടം, എന്റെ ശരീരം, ഒട്ടരിയുടെ അസുഖമുണ്ടല്ലോ, അതുകൊണ്ട് ആ ഗതക്ലിഷ്ടം, അസുഖത്താൽ ക്ലേശിച്ച്, തവ ചരണസേവാരസവരേപ്യനാസക്തം, അങ്ങയുടെ ആ പാദസേവനത്തിൽ ആസക്തിയില്ലാതെ, താല്പര്യമില്ലാതെ എന്റെ ചിത്തം ഭവതി. കുരുദയാം വിഷ്ണോ കുരുദയാം, അല്ലയോ ഗുരുവായൂരപ്പ എന്നിൽ ദയ ഉണ്ടാകണേ. ഭവത് പാദാംബോജ സ്മരണ രസികോ, അങ്ങയുടെ ആ പാദാംബോജത്തിലുള്ള സ്മരണത്തിൽ രസികനായിട്ട്, നാമനിവഹാനഹം, നിവഹം എന്ന് വെച്ചാൽ കൂട്ടം, ആ നാമസമൂഹത്തേക്ക് ഞാൻ അഹം ഞാൻ ഗായം ഗായം ചൊല്ലി ചൊല്ലി ഇങ്ങനെ പാടിക്കൊണ്ട്, വിജനേ കുഹജന വിജനേ വിവത്സ്യാമി, ഏതെങ്കിലും ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് ഇരുന്നു കൊള്ളാം. വിവത്സ്യാമി എന്നാണ് ആ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ താല്പര്യം. ഇത് റെക്കോർഡ് ചെയ്ത് അയക്കും കേട്ടോ, ഇത് റെക്കോർഡ് ചെയ്ത് നമ്മൾ അയക്കും. റെക്കോർഡ് ചെയ്ത് അയക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും കേട്ട് നമുക്ക് മനസ്സിലാക്കാം. ലൈവ് മനസ്സിലാവില്ല. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം? നമസ്തേ ജി. ബുക്കില് ഒരു ഭക്താസ് ത്വയി ഖലു എന്ന് പറയും, സ എന്നൊരു വാക്ക് വരുന്നുണ്ട്, ആ സ ഉച്ചരിക്കണ്ടേ? ഒന്നാമത്തെ ഇതില് ഒന്നാമത്തെ ശ്ലോകമാണോ? ഒന്നാമത്തെ ചരന്തോ ഏ ഭക്ത, ഭക്ത കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, ഭക്താഹ ത്വയി. പക്ഷെ നമ്മൾ ചൊല്ലുമ്പം ഭക്താഹ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് സായും കൂടെ ചേർത്തങ്ങ് ചൊല്ലണം. ഭക്താസ് ത്വയി ഖലു, ഭക്ത ത്വയി എന്നാ, ത്വയി എന്ന് വെച്ചാൽ അങ്ങയിൽ, ഭക്താസ് ത്വയി ചൊല്ലുമ്പോ ഒരു വരണം. ആ നാക്കിന്റെ ഇതിനു വേണ്ടിയാണ് വിളിച്ചിട്ടിരിക്കുന്നത്. ഭക്താസ് ത്വയി ഖലു രമന്തേ, പക്ഷെ അർത്ഥം എന്ന് പറയുന്നത് ഭക്തന്മാർ. പിന്നെ അത് 9 അർത്ഥം പറഞ്ഞു തരൂലേ? ഏതാണ്? നമ്മളെ 3-ാം ദശകത്തിലെ 9ഉം 10ഉം പറഞ്ഞിട്ടില്ല, 8-ൽ വെച്ച് നിർത്തിയതാണ്. അതിപ്പോ അല്ല, നമ്മളെ സമയമാണ്, നമുക്ക് സംശയ നിവാരണത്തിന് വേണ്ടിയാണ് കൊടുത്തത്, അല്ലെങ്കിൽ അതും കൂടെ എടുക്കാം. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ സന്തോഷമായി. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച സംശയം ഉണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇടയ്ക്ക് നിർത്തിയതേ. എന്തെങ്കിലും സംശയം നിവാരണത്തിനുള്ള സമയം കിട്ടത്തില്ല. ഏതായാലും നമുക്ക് ഇതും കൂടെ, വേറെ സംശയം ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, ഇവിടെ 9ാമത്തെ ശ്ലോകം കേട്ടോ. ഹരേ കൃഷ്ണ. മരുദ്ഗേഹാദീശത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവസ്നേഹേ സോഹം സുഭഗുപരിതപ്യേ കിമിതം. മരുദ്ഗേഹാദീശ, അല്ലയോ ഗുരുവായൂരപ്പ. മരുത്തെന്ന് വെച്ചാൽ വായു, ആ വായു ഗേഹത്തിന്റെ ഈശ്വരനുടെ ഗുരുവായൂരപ്പൻ വായുരീശ. ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ,
ഇവിടെ കാണുന്ന ഒരു കാര്യം പറയാണ്, തൊയ് അങ്ങയിൽ പരാഞ്ചോപി എന്ന് വെച്ചാൽ പരാങ്മുഖർ, അതായത് വിമുഖരായിരിക്കുന്നവർ വളരെ സുഖികളായി കാണുന്നല്ലോ. നമുക്കും അറിയാം അല്ലേ, നമ്മളൊക്കെ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ കഴിയുമ്പോഴെല്ലാം ഗുരുവായൂരൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ നമ്മളേക്കായി അവിടെ പോകാത്ത എത്രയോ ആൾക്കാർ സുഖിമാന്മാരായിട്ട് ഇവിടെ നടക്കുന്നു. ആ ഒരു ചോദ്യമാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്. മരുദ്ഗേഹാദീശ തൊയ്കലു പരാഞ്ചോപി സുഖിന, അങ്ങയിൽ വിമുഖരായിട്ടുള്ളവർ പോലും സുഖികളായിരിക്കുന്നല്ലോ ഖലു. ഇവിടെ അതിൽ ഒരു നാട്ടു നടപ്പാ, നമുക്കറിയാം. എല്ലാ ഭക്തന്മാരും ഭക്തന്മാരല്ലാത്തവരും സുഖികളായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അതാണ് മരുദ്ഗേഹാദീശ തൊയ്കലു പരാഞ്ചോപി എന്ന് വെച്ചാൽ വിമുഖരായവർ പോലും പോലും സുഖിനഹ സുഖികളാണല്ലോ. ഭവസ്നേഹീ സോഹം സുബഹുപരിതപ്യേജ, അതായത് ഭവസ്നേഹി സാഹം, അതാണ് സോഹം. ആ ഞാൻ അങ്ങയിൽ വളരെയധികം സ്നേഹമുള്ളവനാണ് ഞാൻ, അതുകൊണ്ടല്ലേ ഞാൻ ഓടി ഇവിടെ വന്നത് ഗുരുവായൂരപ്പന്റെ അടുക്കാൻ. അതാണ് ഭവസ്നേഹി സാഹം ആയ ഞാൻ, ആ ഞാൻ സുബഹുപരിതപ്യേ, സുബഹു എന്ന് വെച്ചാൽ വളരെ കൂടുതൽ, സുബഹു പലതരത്തിൽ, സുബഹു പരിതപ്യേ പരിതപിക്കുന്നു, ദുഃഖിക്കുന്നു. അങ്ങയിൽ ഭക്തന്മാരല്ലാത്തവർ സുഖിക്കുന്നു, ഈ ഭക്തനായിട്ടുള്ള ഞാൻ ദുഃഖിക്കുന്നു. ഇത് നമ്മുടെ ഒരു സംശയമാണ് അല്ലേ? അതാണ് ഇവിടെ ഭട്ടതിരി ഉയർത്തുന്നത്. മരുദ്ഗേഹാദീശത്തൊയ്കലുപരാഞ്ചോപി സുഖിനഃ ഭവസ്നേഹീ സാഹം, അങ്ങയിൽ സ്നേഹമുള്ള ആ ഞാൻ, സോഹം എന്ന് വെച്ചാൽ സാഹം, സുബഹുപരിതപ്യേ വളരെ കൂടുതൽ ദുഃഖിക്കുന്നു. കിം ഇതം കിം, ഇതെന്തുകൊണ്ടാണ്? ഇതം കിം, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉള്ളി ചോദിക്കുക. ഭക്തനായ ഞാൻ ദുഃഖിക്കുന്നു, ഭക്തനല്ലാത്തവര് വളരെ സുഖികളായിട്ടും നടക്കുന്നു. അകീർത്തിസ്തേമാഭൂദ്വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംജടിതി ഗുരുമാം ഹംസദമന. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം. ഇത് വളരെ അങ്ങയ്ക്ക് അകീർത്തി ഉണ്ടാക്കുന്ന ഒരു പണിയാ. അതായത് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങയുടെ ഭക്തനായിരിക്കുന്ന ഞാൻ ദുഃഖിക്കുകയും അങ്ങയെ നോക്കാതെ നടക്കുന്ന ആൾക്കാര് വളരെ സുഖിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അകീർത്തിസ്തേമാഭൂദ്വരദ, അങ്ങനെ ഒരു അകീർത്തി അങ്ങയ്ക്ക് ഉണ്ടാകരുതേ. കാരണം ആശ്രയിക്കുന്നവരെ സേവിക്കുന്ന ആളല്ലേ ഭഗവാൻ, ആ കീർത്തി പോത്തില്ലേ? അതുകൊണ്ടാണ് അകീർത്തിസ്തേമാഭൂത്, അങ്ങയ്ക്ക് ആ ഒരു അകീർത്തി ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് എൻ്റെ ഈ രോഗം മാറ്റാൻ വേണ്ടി ഭട്ടതിരി ഒരു സൂത്രമാർഗം പറഞ്ഞു കൊടുക്കാണ്. അങ്ങയ്ക്ക് അകീർത്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു ഭക്തൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ വല്ലതും പറയത്തില്ലേ, ഓ അദ്ദേഹത്തിനെ ആശ്രയിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ ഒരു പേരുദോഷം അങ്ങയ്ക്ക് ഉണ്ടാകരുത്. അകീർത്തിസ്തേ മാഭൂത് അങ്ങനെ ഉണ്ടാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗതഭാരം പ്രശമയൻ, എന്റെ ഗതഭാരം ഉണ്ടല്ലോ, ഈ ഗതം എന്ന് വെച്ചാൽ അസുഖം, ഈ അസുഖം കൊണ്ടുണ്ടാകുന്ന ദുഃഖം, ആധിക്യം, അത് പ്രശമയൻ, ഒന്ന് ശമിപ്പിക്കണമേ. ഭക്തോത്തംസം ഝടിതി ഗുരു, എന്നെ എന്താക്കണം? അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തംസം എന്ന് വെച്ചാൽ അലങ്കാരം, ശിരോലങ്കാരമാണ്. എന്നുവെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠൻ, അഗ്രഗണ്യൻ എന്ന് പറയാണ്, അഗ്രേസരൻ. അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രേസരൻ എന്നെ ആക്കണേ. ചടിതി ഗുരുമാം കംസദമനൻ. അതൊരു സൂചനയാ. കാരണം കംസനെയൊക്കെ പോയി വധിക്കുന്നത് ഭഗവാൻ വളരെ പ്രയാസപ്പെട്ടല്ലായിരുന്നോ? കംസനെ ദമനം എന്ന് വെച്ചാൽ ഇല്ലാതാക്കിയ ആ കംസനെ ദഹിപ്പിച്ച ആളാണല്ലോ അങ്ങ്. അങ്ങക്ക് എന്റെ ഈ രോഗം നേരത്തെ പറഞ്ഞതാ, അത് വളരെ നിസ്സാരമല്ലേ? അതാണ് ഈ കംസദമന എന്ന് വിളിച്ചിരിക്കുന്നത്. കംസനെ കൊല്ലാൻ ഭഗവാൻ വളരെ പ്രയാസപ്പെട്ടില്ലേ? ആ പ്രയാസം ഒന്നും വേണ്ടല്ലോ. അങ്ങയുടെ അകീർത്തിയും മാറുമല്ലോ. അങ്ങക്ക് ആ കീർത്തിദോഷം വന്നതങ്ങ് മാറില്ലേ? ഒരു ഭക്തനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത്. അതാണ് അകീർത്തിസ്തേമാഭൂദ്വരദ. അല്ലയോ വരദ, വരം കൊടുക്കുന്നവനെ, ഏത് വരവും കൊടുക്കാൻ കഴിയുന്നവനാണെന്നുള്ളതാണ് ഈ സംബോധനകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ഈ ദുഃഖഭാരം മാറ്റാനുള്ള വരവും അങ്ങയ്ക്ക് തരാൻ കഴിയും. അതാണ് ഹേ വരദ അകീർത്തിസ്തേമാഭൂത്, അങ്ങയ്ക്ക് അകീർത്തി ഒരിക്കലും ഉണ്ടാകരുത്. ഗതഭാരം പ്രശമയൻ, എന്റെ ഈ ഗതഭാരമൊക്കെ ഒന്ന് ശമിപ്പിച്ചിട്ട് ഭവദ്ഭക്തോത്തംസം ഗുരു, ഭക്തന്മാരിൽ അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രേസരനായിട്ട് എന്നെ ആക്കി തീർക്കൂ. ഇല്ലയോ കംസദമന, കംസനെ ഇല്ലാതാക്കിയ, കംസ നിഗ്രഹം നടത്തിയ ഭഗവാനെ, എന്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റി എന്നെ ഭക്തോത്തംസമാക്കി മാറ്റുക. അങ്ങയുടെ ഉത്തംസം എന്ന് വെച്ചാൽ അലങ്കാരം, ഭക്തന്മാരുടെ അലങ്കാരമായിരിക്കാന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമനായ ഭക്തനാക്കി എന്നെ മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ്. മരുദ്ഗേഹാദീശ തൊയ്കലുപരാഞ്ചോപി സുഖിനഃ ഭവത് സ്നേഹീ സോഹം.
സാഹം ആ ഞാൻ, അങ്ങയുടെ സ്നേഹ ഭക്തനായ ആ ഞാൻ, സുബഹുപരിതപ്യേ വളരെയധികം പരിതപിക്കുന്നു, കഷ്ടപ്പെടുന്നു. കിമിതം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അകീർത്തിസ്തേമാഭൂത്, അങ്ങയ്ക്ക് ഒരിക്കലും അകീർത്തി ഉണ്ടാകരുത്. വരദ, അല്ലയോ വരദ, ഗതഭാരം പ്രശമയൻ, ഈ ഗതഭാരം, ഗതം എന്ന് വെച്ചാൽ അസുഖം, അസുഖത്തിന്റെ ആ ഭാരമൊക്കെ ഒന്ന് ശമിപ്പിച്ചിട്ട് ഭവദ്ഭക്തോത്തംസം, അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ട് ചടിതി കുരുമാം, പെട്ടെന്ന് തന്നെ എന്നെ ആക്കി തീർക്കുക, അല്ലയോ കംസദമന. ഇതാണ് 9ാമത്തെ ശ്ലോകം. അത് അത്ര പ്രയാസമുള്ള ശ്ലോകമല്ല. ഇനി 10ാമത്തെ ശ്ലോകം എടുത്ത് നമുക്ക് വീണ്ടും തുടങ്ങാം. കിമുക്തൈർഭൂയോഭി തവ ഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ വാദേ വരദവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാവിരചയൻ. ഇത്രയും പ്രലപനങ്ങളൊക്കെ നടത്തിയപ്പം ഭട്ടതിരിക്ക് എന്നെ മോശമായി പോയെന്ന് തോന്നി. ഇത്രയൊക്കെ പറയാവോ ഭഗവാന്റെ അടുക്ക്? വളരെ സ്വാതന്ത്ര്യം എടുത്തൊക്കെ പറയല്ലേ, എനിക്ക് അകീർത്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ മട്ടു മാറ്റുകയാണ്. കിമുക്തൈർഭൂയോഭി തവ ഹി കരുണായി, ഞാനിനി കൂടുതൽ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? കിമുക്തൈർഭൂയോഭി, വീണ്ടും പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇതാണ് കിമുക്തൈ ഭൂയോഭി. കാരണം വെച്ചാൽ വീണ്ടും പറഞ്ഞിട്ട് എന്താണ് മുക്തി പറയുക. ഈ വാക്കുകളൊക്കെ ഞാൻ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് എന്താണ്? തവഹി കരുണായാവതുദിയാത്, തവഹി കരുണ, അങ്ങയുടെ ഈ കരുണയുണ്ടല്ലോ, കരുണയാണല്ലോ വേണ്ടത്. കൃപാ ജാതാജേതെന്നല്ലേ അവിടെ പറയുന്നത്. അതാണ് കൃപ. അങ്ങയുടെ ഈ കരുണ യാവതുദിയാത്, എപ്പോൾ ഉദിക്കുമോ, യാവതുദിയാത് അഹം താവത്, അതുവരെ. അങ്ങയുടെ ഈ കരുണ എന്നിൽ, അല്ലെങ്കിൽ അങ്ങയുടെ കൃപ എന്നിൽ എപ്പോൾ ഉദിക്കുമോ അതുവരെ പ്രഹിത വിവിധാർത്ഥ പ്രലപിത, ഞാൻ എൻ്റെ ഈ ആർത്തി പ്രസ്താവങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാനിനി അങ്ങക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നിൽ കൃപ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ഇപ്പൊ ഈ ആർത്തി പ്രലാപങ്ങളൊക്കെ നിർത്തി പുരക്ലിപ്തേവാദേ വരദവ നേഷ്യാമി ദിവസാൻ, അങ്ങയുടെ ഈ പാദ സമീപം, അതാണ് പുരക്ലിപ്തേ, അങ്ങയുടെ മുമ്പിൽ ഇരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ മുമ്പിൽ ഇരിക്കുന്ന പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ, ദിവസങ്ങളെല്ലാം ഞാൻ നയിച്ചു കൊള്ളാം. എങ്ങനെ? യഥാശക്തി വ്യക്തം നദി നുതി നിഷേവാ വിരചയൻ. അമട്ട് മാറ്റി. ഇനി ഞാൻ വീണ്ടും ഈ രചനയൊക്കെ തുടങ്ങാൻ പോവാണ്. ഇടയ്ക്ക് 2 ദശകം എഴുതിയപ്പോഴത്തേക്ക് ഭട്ടതിരിക്ക് ഈ വേദനയെല്ലാം കുറെ കലശലായി എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചെന്ന് നിർത്തിയത്. അതൊക്കെ ഞാൻ നിർത്തിയിട്ട് അങ്ങയുടെ നദി, നദി എന്ന് വെച്ചാൽ നമസ്കാരം, നുതി എന്ന് വെച്ചാൽ സ്തുതി, അതുപോലെ നിഷേവ, നിഷേവ എന്ന് വെച്ചാൽ പാദസേവ, സേവ, ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് യഥാശക്തി എനിക്ക് എന്നാൽ കഴിയുന്നത്ര ഞാൻ വീണ്ടും ഈ നമസ്കാരവും സ്തുതിയും അതുപോലെ തന്നെ പാദസേവയും ഒക്കെ നടത്തി ഇവിടെ ഇരുന്നു കൊള്ളാം. അങ്ങയുടെ ആ കൃപ എന്നിൽ എപ്പോൾ ഉദിക്കുന്നിടം വരെ. എന്നുവെച്ചാൽ വീണ്ടും രചന പഴയ രീതിയിൽ തന്നെ പോവുകയാണ്. ഇത്രയും സ്വകാര്യ ദുഃഖം പറഞ്ഞൊരു ദശകമാണിത്. ഇനി ഞാൻ വീണ്ടും ഭാഗവത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. യഥാശക്തി വ്യക്തം, വ്യക്തം എന്ന് വെച്ചാൽ തീർച്ച. ഇനി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഈ പ്രലപനങ്ങളൊന്നും ഭഗവാൻ, നമ്മളും അതാ വേണ്ടത്. ഭഗവാനിലേക്ക് ഒന്നും പ്രലപിക്കാൻ പോകണ്ട, നമ്മുടെ കർമ്മം യഥാവിധി അങ്ങ് ചെയ്താൽ മതി. ഇവിടെ പറയുന്ന ഭട്ടതിരിയുടെ കർമ്മം ഇവിടെ ഇപ്പം നദി നുതി നിഷേവ, ഇതാണ് ഭട്ടതിരി ഉദ്ദേശിക്കുന്ന കർമ്മം. നമ്മുടെ ജീവിതയാത്രയിൽ ഏതെല്ലാം കർമ്മങ്ങളാണോ ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്തങ്ങ് ജീവിച്ചാൽ മതി. ആ ഒരു തീരുമാനമാണ് ഭട്ടതിരി ഇവിടെ എടുക്കുന്നത്. കിമുക്തൈർഭൂയോഭി, വീണ്ടും ഇനി പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? തവഹി കരുണായാവതുദിയ, അങ്ങയുടെ കരുണ എപ്പോൾ എന്നിൽ ഉണ്ടാകുമോ താവത് ഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത, എല്ലാ ആർത്തി എന്ന് വെച്ചാൽ ദുഃഖവും അതെല്ലാം വിട്ടിട്ട് ആ പ്രലപനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രലപനങ്ങളെല്ലാം വിവിധാർത്ഥ പ്രഹിതം ഉപേക്ഷിച്ചിട്ട് പുരക്ലിപ്തേ പാദേ, അങ്ങയുടെ മുമ്പിൽ പുരക്ലിപ്ത, മുമ്പിലിരിക്കുന്ന ഈ അങ്ങയുടെ പാദത്തിൽ അല്ലയോ വരദ നേഷ്യാമി ദിവസാൻ, ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടാം. ഞാൻ വന്നതിനാണല്ലോ, ഇവിടെ നിന്ന് ഭഗവത് സ്തുതി നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിന് ഞാൻ പറയുകയാണ്, എപ്പോൾ അങ്ങയുടെ കൃപ എന്ന് ഉദിക്കുന്നോ. വായിച്ചില്ലെങ്കിൽ അതിന്റെ മീനിങ് തെറ്റും. അതാ ഞങ്ങള് പെൻസിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുരക്ലിപ്തേ പാദേ വരദവ നേഷ്യാമി ദിവസാൻ,
ഈ ദിവസങ്ങളൊക്കെ ഞാൻ നയിച്ചു കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ചു വന്ന ആ ദിവസങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ അതേപടി നയിച്ചു കൊള്ളാം യഥാശക്തി, എന്റെ ശക്തിക്കനുസരിച്ച്. എങ്ങനെ? നദി നുതി നിഷേവാ വിരചയൻ. ആ ദിവസങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടുന്ന പറയുന്നത്? നദി നുതി നിഷേധം, ഇത് മൂന്നും നടത്തി കഴിച്ചു കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? കിമുക്തൈർഭൂയോഭി തവ ഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേവാദേ. ഇടയ്ക്ക് സംസാരിച്ചാലേ അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. വീണ്ടും അൺമ്യൂട്ട് ആക്കി എല്ലാരും. പുരക്ലിപ്തേവാദേ വരദതപ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം. അത് ഞാൻ തീർച്ചയാക്കുന്നതാണ്, വ്യക്തം. നദി നുതി നിഷേവ വിരചയൻ, ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടാം. അങ്ങനെയാണ് നമ്മൾ മൂന്നാം ദശകം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത്രയും പൂർണ്ണമാക്കാൻ പറ്റില്ല. ഇത് കൂടുതൽ വിശദീകരിക്കാനുള്ള ഒരു ദശകമല്ല, ഒരു ഭക്തിയുടെ ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന്റെ ആ രോഗശമനത്തിന് വേണ്ടിയുള്ളതാണ്. കൂടുതൽ വേദാന്തപരമായ കാര്യങ്ങളൊന്നും ഈ ദശകത്തിലില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാൻ കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതായിരുന്നു ഞാൻ ആദ്യം മേടിച്ചത്. ഇതുവരെ എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഞാനിപ്പോ എല്ലാം കൂടി ഇട്ട് കൂട്ടി കഴിക്കുക. അപ്പൊ മറ്റവരൊക്കെ പഠിച്ചിട്ട് വർഷങ്ങളോളമായി. ഞാനിപ്പോ തുടങ്ങുക. സംശയങ്ങളുള്ള ചോദിച്ചോ? ആളും പേരും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞു. സംശയം ഉണ്ടായി ചോദിക്കേ. ഹരേ കൃഷ്ണ. എട്ടാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയില് പ്രസഭ എന്നാണ് എന്റെ പുസ്തകത്തില്. പ്രസവ എന്നാണ് സാറ് പറഞ്ഞത്. അല്ല, പ്രസഭം ഏത് ശ്ലോകമാണ്? എട്ടാമത്തെ ശ്ലോകം, അതിലെ ആദ്യത്തെ വരി പ്രസഭം. പ്രഭൂതാദിവ്യാധി പ്രസഭം. പ്രസഭം എന്ന് വെച്ചാൽ വർദ്ധിച്ചെന്നാണ്. ഏറ്റവും പ്രസഭം, പ്രസവമല്ല. പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ. പ്രസഭം എന്ന് വെച്ചാൽ ഏറ്റവും എന്നർത്ഥം. ആയിക്കോട്ടെ, ഹരേഷ്. ഏറ്റവും ജലിക്കപ്പെട്ടിരിക്കുന്ന എന്റെ യാദിയുണ്ട്. ഹരേ കൃഷ്ണ. ഒരു കാര്യം ചോദിക്കട്ടെ. പത്താമത്തെ ശ്ലോകത്തിൽ ലാസ്റ്റില് നദി നുതി നിഷേവാന്ന് അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ, അതൊന്നും കേട്ടില്ലായിരുന്നു ശരിക്കും. നദി എന്ന് വെച്ചാൽ നമസ്കാരം. നദി അതായത് ഭഗവത് നമസ്കാരം ഉണ്ടല്ലോ. നദി. നുതി എന്ന് വെച്ചാൽ സ്തുതി, ഭഗവാന്റെ സ്തുതി. നമസ്കാരം, സ്തുതി, പിന്നെ നിഷേപം എന്ന് വെച്ചാൽ സേവ, ഭജനം, ഭഗവത് സേവ. ഇത് മൂന്നും നടത്തി ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചോളാമെന്ന്. ഇനിയുള്ള ഈ കരച്ചില് പറച്ചിലൊക്കെ അങ്ങ് നിർത്തി. ഇനി എന്താണ് സംശയം? ഇനിയുണ്ടോ? എല്ലാ ശനിയാഴ്ചയും നമുക്ക് 7 തൊട്ട് 9 വരെ ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളത് ഇടും. ആ ഗ്രൂപ്പിൽ എല്ലാവരും ചേർന്നിട്ടുണ്ടല്ലോ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്പർ ഇട്ടിരുന്നാ മതി. ഒന്നും പറയൂ സർ. എങ്ങനെ ഗ്രൂപ്പിൽ ആഡാവും? അല്ല, എന്റെ ഈ നമ്പറിൽ ഒന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഒരു നമ്പർ കുറിച്ചോ. 944 733. ഒരു മിനിറ്റ്. 944 733 9056. 9056. ഓക്കെ. 944 733 9056. ഈ നമ്പർ നിങ്ങളൊരു കൈ ഇട്ടാൽ മതി. വാട്സാപ്പ് ഉള്ള നമ്പരായത്. ഇതിട്ട് കഴിഞ്ഞാലേ നിങ്ങളെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് മാറ്റാം. അന്നേരം കൊടുക്കുന്ന മെസ്സേജുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ ഇത് റെക്കോർഡ് ചെയ്ത് നാളെയോ അങ്ങനെ ഇടും. ഇതിന്റെ റെക്കോർഡിംഗ് ഇടും കേട്ടോ. റെക്കോർഡ് ചെയ്ത ഇത് അത് വീണ്ടും കേട്ട് പഠിക്കാൻ പറ്റും. ഈ ഗ്രൂപ്പിൽ എനിക്കറിയില്ല. ആ ലിങ്കിൽ ഇടുമ്പോ അതൊന്ന് ഇട്ട് കിട്ടിയ ഉപകാരമായി. ഇട്ടോളാം. എനിക്കൊരു കൈ ഇട്ടാ മതി. വാട്സാപ്പിലെ നമ്പറിൽ ഒരു കൈ ഇട്ടാ മതി. തന്നിട്ടാണ് ഗുരുജി എനിക്ക് അയച്ചു തന്നുള്ളത്. 1 2 ഞാനില്ല. ഫോൺ നമ്പർ 944. ഈ ഫോൺ നമ്പർ ഒന്ന് കേട്ടോ, എല്ലാരും ഒന്ന് കേട്ട്.
ആ 944 ആ 733 ആ 9056. അതെ. ഹരേ കൃഷ്ണ. ഈ നമ്പറിൽ ആ. തന്നിട്ടാണല്ലോ എനിക്ക് വാട്സപ്പ് ഇന്ന് ഞാൻ കാലത്ത് അയച്ചത്. അത് അയച്ചാൽ ആ ലിങ്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് കയറാം. അതിനുള്ള ലിങ്ക് അയച്ചു തരാം. ആ അല്ലെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ നിങ്ങളൊന്ന് അയച്ചു തന്നാലും മതി. വാട്സാപ്പിൽ ഞാനതിലോട്ട് ആഡ് ചെയ്തോളാം. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ ശനിയാഴ്ചയും 7:30 ലിങ്ക് അയച്ചു തരുമോ? ആ ലൈക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നാരായണസ്വാമി അത് ഇട്ടോളും. നാരായണസ്വാമിയുടെ ആണല്ലോ ഇതിന്റെ അഡ്മിനായിട്ട് ഇരിക്കുന്നത്. സ്വാമി അത് ചെയ്തോളും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ആയിരിക്കും. ശരിയല്ലോ? സ്വാമി ഉണ്ടെങ്കിൽ ഒന്ന് വല്ലതും പറയാനുണ്ടോ സ്വാമി? വേറൊന്നുമില്ല. ഇത് ആദ്യം തുടക്കത്തിൽ കയറിയ കുറച്ച് ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. കാരണം മ്യൂട്ട് ചെയ്ത് ഈ ഇടയ്ക്ക് സംസാരവും മറ്റുള്ളതൊക്കെ ഒന്ന് കുറച്ചാലേ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ ഇത് കിട്ടും. അതുകൊണ്ട് പലരും ഇപ്പോഴേ അത് കേൾക്കുന്നില്ല, ക്ലിയർ അല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് വീണ്ടും ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് നമ്മൾ തിരിച്ചയക്കുമ്പോഴും ഇതേപോലെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താലേ, സാറിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താലേ അവസാനം ഇതുപോലെ ചോദ്യോത്തര ആ സമയത്തൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം. എന്തോ സ്വാമിന്റെ നമ്പറും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ നമ്പർ 974 974 77 77 94 94 292. 292. ഓക്കെ താങ്ക് യു. നാരായണസ്വാമി. പുതിയ സാറിന്റെ വാട്സാപ്പ് നമ്പറാണോ റെക്കോർഡ് ചെയ്തിരുന്നത് സാറേ? എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നാളെ റെക്കോർഡ് ചെയ്ത് ഇന്നിപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അത് വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് കേട്ട് പഠിക്കാം. നാളെ ഇടും. സാർ ഈ നമ്പറിൽ ഞങ്ങളൊരു ഹായ് അയക്കട്ടോ. ഞാനൊരു ഹായ് എടുത്ത. ഓ പിന്നെന്താ അത് നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്കാം. ഇപ്പൊ നമ്മളിത് നാരായണി ക്ലാസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഓ ഓക്കെ സാർ. അതിനകത്ത് എല്ലാവരും ചേർക്കാം. അതിനകത്ത് തന്നെയാണ് ഈ ലിങ്ക് ഇടുന്നത്. പിന്നെ ആദ്യം മുതലേ കേൾക്കാൻ പറ്റാത്തവർക്ക് ആദ്യം മുതലുള്ള വീഡിയോ അതിനകത്ത് കൂടെ ഇടുന്നുണ്ട്. ഗുരുജിയുടെ നമ്പർ ഒന്നും കൂടി പറയോ? എന്തോ ഗുരുജിയുടെ നമ്പർ ഒന്നും കൂടി പറയോ? സാറേ ജയചന്ദ്ര ബാബു സാറിന്റെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞുതരാം. 944 944 733 944 9056. 9056. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഹരിവൻ. താങ്ക് യു സാർ. നമസ്കാരം. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത ശനിയാഴ്ചയാണ് ക്ലാസ്. 7:30 മുതൽ 9 വരെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ കൂടെ അറിയിക്കുന്നതാണ്.